Greetings to all. BPAG 173. Today we are going to take unit number BPAG 173, unit 3 first. Okay. The topic is unit 3, legal and policy framework for ICT and e-governance. അതായത് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ ലീഗൽ റിലേറ്റഡ് മാറ്റർ, അത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ചാപ്റ്ററാണ്, യൂണിറ്റാണ് അത് കേട്ടോ. അതായത് അനവധി ആക്ടുകൾ ഉണ്ട് ഇതിൽ. അതായത് ഇൻഫർമേഷൻ ടെക്നോളജി, ഇറ്റ് ഈസ് ഫാസ്റ്റ് nowadays. India has developed like anything, revolutionary steps they had taken. Information communication technology, separate ministries also there. So lot of their projects are there already. A lot of institutions are there, and under Department of Electronic, Ministry of Information Technology, lot of other subsidiary units are there. Okay, so no, not only that, legally Information IT Act is there. See, so what are those? Cyber law, so many other things are there. So today we will be discussing one by one. So legal framework for information communication technology and e-governance. So in this introduction, legal item and policy എന്തൊക്കെയാണ് അതും framework is necessary to provide legal sanctity to information communication technology. മനസ്സിലല്ലേ? based on electronic transactions. ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ നോക്കൂ, നമ്മുടെ ATM ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, ഡിജിറ്റൽ ഇതായിക്കോട്ടെ, അതിലെ ട്രാൻസാക്ഷനിൽ പല മൽപ്രാക്ടീസ്, ലോട്ട് ഓഫ് റെഗുലാരിറ്റീസ് ആർ ഗോയിങ് ഓൺ ആക്ച്വലി. ഓക്കെ, അതെല്ലാം പിടിക്കും നിയമത്തിൽ. എന്തായാലും തെറ്റുകളുണ്ടെങ്കിൽ ഉടനടി അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. വെരി ഫാസ്റ്റ്. സൈബർ ലോ അതൊക്കെ എങ്ങനെയാണ്? അത് മാത്രമല്ല, ഇത് പ്രോപ്പർ പണിഷ്മെന്റ് ഓൾസോ വിൽ ബി ദർ. എന്തെങ്കിലും വയലേഷനോ അതേമാതിരിയുള്ള ഇതൊക്കെ ഉണ്ടെങ്കിൽ, പിന്നെ മിസ്യൂസ് ഓഫ് സോഷ്യൽ മീഡിയ, അതായത് you will be surprised to know once, many years ago, ഒരു ജസ്റ്റ് സംബടി, ഞാൻ പേര് പറയുന്നില്ല, ചീഫ് മിനിസ്റ്റർ ഏതോ ഒരു സിറ്റിന്ന് ഒരാളെന്നോ ജസ്റ്റ് ഒരു ഇമെയിൽ എന്തെങ്കിലും ത്രട്ടനിങ് എന്തോ അയച്ചു. within 5 minutes he was arrested. സൈബർ ലോ വളരെ IT ആക്ട് പ്രകാരം അയാൾക്ക് പനിഷ്മെന്റ് കിട്ടും. ഓക്കെ, അപ്പൊ അതൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട് പലതും. അപ്പോൾ ലീഗൽ ആൻഡ് പോളിസി ഉണ്ട്, നമ്മുടെ ഇലക്ട്രോണിക് പോളിസി ഉണ്ട്, നമ്മുടെ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ്. നോക്കൂ, ഇന്നത്തെ കാലത്ത് നമ്മുടെ ഇൻകം ടാക്സിലും മറ്റേതൊക്കെ വരുന്നത് എല്ലാം പലയിടത്തും എല്ലാം ഓരോന്നോരോന്ന് നമുക്ക് സൈൻ ചെയ്യാൻ പറ്റില്ല. ഡിജിറ്റൽ സിഗ്നേച്ചർ ഉണ്ട് പലതും. അപ്പൊ it will be presumed that it is an authorized and approved signature. ആ ഡിജിറ്റൽ സിഗ്നേച്ചർ ഒക്കെ കമ്പനി സെക്രട്ടറി, ചാർട്ടേഡ് അക്കൗണ്ടന്റ്, അവരുടെ സിഗ്നേച്ചർ ഉണ്ടല്ലോ, ഡിജിറ്റലാണ് ചില സമയത്ത്. മനസ്സിലായില്ലേ? അതെല്ലാം അപ്രൂവ്ഡ് ആണ്, കോമ്പറ്റന്റ് അതോറിറ്റി അപ്രൂവ്ഡ് ആണ് ഇതെല്ലാം. ഇതിനൊക്കെ ചില റൂൾസ് ഉണ്ട്. അതേ പ്രകാരം അല്ലാണ്ട് എല്ലാവർക്കും ഡിജിറ്റൽ സിഗ്നേച്ചർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ആൻഡ് സച്ച് അതർ ആപ്ലിക്കേഷൻസ് ആർ മേക്കിംഗ് ഗവേണൻസ് എ ഗുഡ് വൺ. അപ്പൊ ഇതൊക്കെ എന്തിനാണ്? ഭരണം. നമ്മളെ അതേമാതിരി ഓരോരോ കമ്പനി ആയിക്കോട്ടെ, വേറെ ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, നമ്മുടെ ടേക്ക് എക്സാമ്പിൾ ടാക്സേഷൻ, ഡിജിറ്റൽ സിഗ്നേച്ചറാണ് പലതും അല്ലേ. ഇപ്പൊ ഉദാഹരണം ആദായ സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്, വില്ലേജ് ഓഫീസിൽ ഡിജിറ്റൽ സിഗ്നേച്ചറാണത്, വില്ലേജ് ഓഫീസറുടെ. അല്ലാണ്ട് അയാൾ ഓരോന്നോരോന്ന് സൈൻ ചെയ്യുന്നില്ല, സൈൻ ചെയ്യാൻ പറ്റില്ല, അത്രയുണ്ട്. അതെല്ലാം സൈൻ ചെയ്യാൻ പറ്റുമോ? സോ അതേമാതിരി ഇൻകം ടാക്സിന്റെ കാര്യം ഒന്ന് ആലോചിച്ചു. കോടിക്കണക്കിലാണ് ഇൻകം ടാക്സ് അസസ്മെന്റും മറ്റേ ഈ റിട്ടേൺസിന്റെ ഇത് റീഇംബേഴ്സ്മെന്റ് റീഫണ്ടും ഇതൊക്കെ. അത് ഓരോന്നും കോടി സൈൻ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഇതൊക്കെ അതാണ് ഇന്നത്തെ കാലത്ത് വളരെയധികം നമ്മളെ. ഇപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ, യു വിൽ ബി സർപ്രൈസ്. ഒരു കാലത്ത് നമ്മൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്താൽ, ഞാൻ എന്തിനാ ഇൻകം ടാക്സ് പറയാം, നിങ്ങൾക്ക് ജസ്റ്റ് ഇൻഫർമേഷൻ വേണ്ടി മാത്രം പറയണം. അങ്ങനെ പലതും നമ്മളൊരു ഇൻകം ടാക്സ് ഫയൽ ചെയ്താൽ വൺസ് അപ്പോൺ എ ടൈം 5 കൊല്ലം 6 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെയാണ് റീഫണ്ട് കിട്ടിയിരുന്നത്. അതും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചെക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചെക്ക് ചെയ്യണം. 5 കൊല്ലം 6 കൊല്ലം 4 കൊല്ലം കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ചിലത്. ആ സ്ഥാനത്ത് കഴിഞ്ഞ
ഈ ജൂലൈ മാസം സെക്കൻഡ് വീക്കോ തേർഡ് വീക്കോ ആണ് തോന്നുന്നുണ്ട്. യെസ്, തേർഡ് വീക്കോ ഫോർത്ത് വീക്കിൻ്റെ ഇടയിൽ, അതായത് എക്സാക്ട്ലി ഒരു 1 month ബാക്കാണ് ഞാൻ പറയുന്നത്, ഞാൻ റിട്ടേൺ ഈ അസസ്മെന്റ് ചെയ്യേണ്ട റിട്ടേൺ ഫയൽ ചെയ്തിട്ട് ഡേ ബിഫോർ യെസ്റ്റർഡേ ദേ ട്രാൻസ്ഫേർഡ് ദ റീഫണ്ട്. ജസ്റ്റ് ഇമാജിൻ, ഒന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് ഇപ്പൊ ഗവൺമെന്റ് സർവീസിന്റെ പ്രോബ്ലംസ്. അതായത് കേവലം 3 ആഴ്ച പോലും ആയിട്ടില്ല, ചിലപ്പോൾ 2 ആഴ്ച റീഫണ്ട് അവർ, അതും നിങ്ങളോട് പറയുന്ന പോലും ഇല്ല, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, ദാറ്റ് ഈസ് ദ ഡിജിറ്റൽ ദ അഡ്വാൻറ്റേജസ് വിച്ച് വി ആർ ഹാവിങ്. അപ്പോൾ അതിന് പ്രോംപ്റ്റ് ഗവൺമെന്റ് സർവീസ് it is already available. Okay, now governance is now ഗവൺമെന്റും ഗവേണൻസും തമ്മിൽ വ്യത്യാസമുണ്ട്. വിചാരിക്കരുത് ഗവൺമെന്റ് ഗവേണൻസ് ഒന്നാണ്. അപ്പോൾ എ ഗുഡ് so governance is not inclusive as it aims to bring the rural urban divide. എന്താ റൂറൽ? ഗ്രാമപ്രദേശം, അർബൻ സിറ്റി ഓർ ടൗൺ അല്ലേ? ആ ഡിവൈഡ് അതിൻ്റെ ഗ്യാപ്പ് ഉണ്ടല്ലോ. അത് ബൈ ഹാവിങ് NCGP എന്ന് പറഞ്ഞാൽ എന്താണ്? ദ നാഷണൽ ഇ ഗവൺമെന്റ് പ്ലാൻ ആൻഡ് ഡിജിറ്റൽ ഇന്ത്യ program operational. So in this unit we'll discuss the legal and the policy framework that is being enacted. അതായത് ഓരോ നിയമങ്ങൾ to provide legal authentication, അതായത് നിയമപരമായിട്ട് ആരെയാണത്, to all electronic transaction and electronic communication. നോക്കൂ, നമുക്ക് ഓരോരോ കമ്മ്യൂണിക്കേഷൻ വരുന്നത് അതിൽ നിങ്ങൾ താഴത്ത് നോക്കിയിട്ടുണ്ടോ? ഡോണ്ട് ഗിവ് റിപ്ലൈ. കാരണം എന്താ, ഇത് അയക്കുന്ന ആളെ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ ഇത് ജനറേറ്റഡ് ആണത്. അതിന് ഉത്തരം നിങ്ങൾക്ക് മറുപടി അയക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങളെ ഇന്റിമേറ്റ് ചെയ്യാൻ മാത്രമല്ല. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം, ഞാൻ ഇൻകം ടാക്സ്, ഞാൻ എന്തുകൊണ്ടത് പറയുന്നത് നിങ്ങളുടെ അറിവിന് വേണ്ടി പറയണം. ഫയൽ ചെയ്ത ഉടനടി എനിക്ക് 5 മിനിറ്റ് കൊണ്ട് ഇൻഫർമേഷൻ കിട്ടി. received your income tax return for the assessment year so and so. 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മെസ്സേജ് വന്നു. അതിന് മറുപടി അയക്കാൻ പാടില്ല. എന്താ മറുപടി അയക്കുക? ആർക്ക് അയക്കണേ? നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഞങ്ങൾക്ക് കിട്ടിയെന്ന്, അതിനെന്താ മറുപടി അയക്കുക? പിന്നെ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞു കണ്ടു SMS, യുവർ അസസ്മെന്റ് ദിസ് ഈസ് അണ്ടർ പ്രോസസ്. അതിലെന്താ മറുപടി എഴുതുക? ഇറ്റ് ഈസ് അണ്ടർ പ്രോസസ്. അത് നിങ്ങൾ അപ്പൊ ഇന്റിമേഷൻ ആണത്. അതിന് നിങ്ങൾ മറുപടി എഴുതാൻ പാടില്ല. മറുപടി ആർക്കയക്കുക? ഓക്കെ, അത് ഭയങ്കര ഒരു ഓഷ്യൻ പറഞ്ഞുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലേ ഇത്. അവിടെ ആർക്കും നിങ്ങൾ അയക്കുക? അപ്പോ so this is only for intimation. So in this unit we will discuss the legal and policy framework that is being enacted to provide legal authentication to all electronic transaction and electronic communication. Okay, അതാണ് പറയേണ്ടത്. Now, introduction I already അപ്പൊ ലീഗാലിറ്റി, അതിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ലീഗാലിറ്റി. ഓക്കെ, അപ്പോൾ ലീഗൽ ആൻഡ് പോളിസി ഫ്രെയിംവർക്ക് അത് ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു കഴിഞ്ഞു. അതിനു മുമ്പേ ചില അബ്രിവിയേഷൻ്റെ ഫോറെന്ന് പറയട്ടെ ഞാൻ, അല്ല, കാരണം ഇത് കൂടെ വരുന്നുണ്ട്. CPIO, സെൻട്രൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, CPIO. CAPIO, സെൻട്രൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. എന്താണ് അതൊക്കെ പിന്നീട് പറഞ്ഞുതരാം. NEGP, ദ നാഷണൽ ഇ ഗവൺമെന്റ് പ്ലാൻ. DIT, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. DAR ആൻഡ് PG പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആൻഡ് പബ്ലിക് ഗ്രീവൻസസ്. ഓക്കെ, MMPS എന്ന് വെച്ചാൽ മിഷൻ മോഡ് പ്രൊജക്ട്സ്. SWAN, SWN, സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്, SWAN. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ SDCS, സ്റ്റേറ്റ് ഡാറ്റാ സെന്റർ. CSCS, കോമൺ സർവീസ് സെന്റർ. STQC, സ്റ്റാൻഡർഡൈസേഷൻ ടെസ്റ്റിംഗ് ആൻഡ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ. ഒരു ഡിപ്പാർട്ട്മെന്റ് ആണത്. നമ്മുടെ മിനിസ്ട്രി ഓഫ് ഐറ്റിയുടെ സെപ്പറേറ്റ് ഒരു ഇതാണ് സ്റ്റാൻഡർഡൈസേഷൻ. STQC അതായത് സ്റ്റാൻഡർഡൈസേഷൻ ടെസ്റ്റിംഗ് ആൻഡ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ. ദെൻ CDAC, ഓർമ്മിക്കണേ, സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ് കമ്പ്യൂട്ടിംഗ്, പൂന.
സൂപ്പർ കമ്പ്യൂട്ടറും മറ്റേതൊക്കെ ഉണ്ടല്ലോ അത്. ഓക്കെ. പിന്നെ NISG, the National Institute for Smart Government. Okay. Then PPP, Public Private Partnership. Okay. Then NOFN, National Optical Fiber Network. ഇതെല്ലാം കമ്മ്യൂണിക്കേഷൻ ഉള്ളതാ. നാഷണൽ ഓപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്ക്. ദെൻ അടുത്തത് NII, നാഷണൽ ഇൻഫർമേഷൻ ഇൻഫ്രാസ്ട്രക്ചർ. അല്ല, നിങ്ങൾക്ക് ഈ ഇതിന് ഇൻഫ്രാസ്ട്രക്ചറും വേണ്ടേ? അതായത് നമ്മൾ കമ്മ്യൂണിക്കേഷന് കേബിളും മറ്റു ഫൈബർ ഓപ്റ്റിക്കും മറ്റേതൊക്കെ വേണ്ടേ? അതിന് ഇൻഫ്രാസ്ട്രക്ചർ എന്നാണ് അർത്ഥം. ഓക്കെ. ഇനി അപ്പോ അതായി, ഇൻട്രൊഡക്ഷൻ ആയി. ഇനി ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000. The Information Technology Act was promulgated 2000. മനസ്സിലായോ? അപ്പോ ദി ഒബ്ജക്റ്റീവ് ഓഫ് ദ ആക്ട് ഈസ് ടു പ്രൊവൈഡ് ലീഗൽ റെക്കഗ്നിഷൻ. ഇതിനൊക്കെ നിയമങ്ങള് ഇത് വേണ്ടേ? നിയമസാധ്യത വേണ്ടേ? പാർലമെന്റ് അപ്രൂവ് ചെയ്യണ്ട ഓരോ ആക്ട് പാർലമെന്റ് അപ്രൂവ് ചെയ്താണ് എല്ലാം. ഇന്ത്യയിൽ കാണുന്ന എല്ലാ ആക്ടും ഇന്ത്യൻ പാർലമെന്റ് അപ്രൂവ് ചെയ്താണ്, രാജ്യസഭ ലോക്സഭ, കേട്ടോ. സോ recognition for transaction carried out by means of electronic data interchange and other means of electronic communication പറഞ്ഞു, commonly referred to as electronic methods of communication and storage of information. പിന്നെ പലതും ഇൻഫർമേഷൻ നമ്മൾ സ്റ്റോറേജ് ചെയ്തിട്ട് അവിടെ നിന്നല്ലേ, അത് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ. വി ആർ റിസീവിങ് ആൻഡ് ആഫ്റ്റർവേർഡ്സ് വി ആർ സ്റ്റോറേജ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ടു ഫെസിലിറ്റേറ്റ് ഇലക്ട്രോണിക് ഫയലിംഗ് ഓഫ് ഡോക്യുമെന്റ്. ഇലക്ട്രോണിക് ഫയലിംഗ് ഓഫ് ഡോക്യുമെന്റ് നമ്മുടെ കമ്പനീസ് ആക്ട്, നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടൻസ്, അതൊക്കെ നമ്മുടെ പ്രൊവിഡന്റ് ഫണ്ട് ആക്ട്, ESI, ഇതിലെ ഒക്കെ നമ്മളെ ഇലക്ട്രോണിക് ഫയലിംഗ് ആണ്. ചലാന് മറ്റേതൊക്കെ ഗവൺമെന്റ് ഏജൻസീസ്. ഫർദർ ടു അമെൻഡ് ദ ഇന്ത്യൻ പീനൽ കോഡ്. എന്താണ് ഇന്ത്യൻ പീനൽ കോഡ്? പോലീസിന്റെ ഇന്ത്യൻ പീനൽ കോഡ് ഈസ് ദ ഒഫീഷ്യൽ criminal code of India. It is a comprehensive code intended to cover all substantive aspects of criminal law. നിയമപരമായിട്ടുള്ള. ഓക്കെ. ഇതാണ് ഇന്ത്യൻ പീനൽ കോഡ്. എന്താണ് അടുത്തത്? ദ എവിഡൻസ് ആക്ട് 1872. എവിഡൻസ് ആക്ട് 1872. ഓരോരോ ആക്ടുകളും ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധാപൂർവം. ബുക്കിലുള്ളതല്ല ഞാൻ പറയുന്നത്, അഡീഷണൽ ആണ് പറയുന്നത്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. ബുക്കിലുള്ള നിങ്ങൾ വായിച്ചു മനസ്സിലാക്കിയാൽ മതി. ഓക്കെ. അതിന്റെ അഡീഷൻ ഞാൻ സപ്ലിമെന്റ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. എവിഡൻസ് ആക്ട്. ദി ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഒറിജിനലി പാസ്ഡ് ഇൻ ഇന്ത്യ ബൈ ദ ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇൻ 1872. ബ്രിട്ടീഷുകാരുടെ സമയത്ത്. അതായത് എവിഡൻസ് ആക്ട്, ഇന്ത്യൻ എവിഡൻസ് ആക്ട്, അതായത് ഓക്കെ, ദാറ്റ് ആക്ട് വാസ് ഒറിജിനലി പാസ്ഡ് ഇൻ ഇന്ത്യ by the Imperial Legislative Council in 1872 during the British Raj, contains a set of rules and allied issues governing admissibility of evidence, അതായത് of Indian courts of law. കോടതിയിലെ എവിഡൻസ് ആണ് വേണ്ടത്. മനസ്സിലായതോ? അതായത് അവിടെ എവിഡൻസ് ഇല്ലാതെ ഒരു പനിഷ്മെന്റ് കൊടുക്കാൻ പറ്റില്ല. അല്ലാണ്ട് എവിഡൻസ് ഇല്ലെങ്കിൽ അവിടുന്ന് എക്യൂട്ട് ചെയ്യും, അല്ല കംപ്ലീറ്റ്. മനസ്സിലായില്ലേ? അപ്പൊ എവിഡൻസിന്റെ വളരെ പ്രാധാന്യമാണ് കോടതിയിൽ. അത് ഏത് വിധത്തിലുള്ള കേസായിക്കോട്ടെ, കത്തിക്കുത്തായിക്കോട്ടെ, മനസ്സിലായില്ലേ? നിങ്ങളെ ഒരാളെ കുത്തുന്നത് കണ്ടോ, അതോ കത്തി ശരീരത്തിൽ നിന്ന് എടുക്കുന്നത് കണ്ടോ? ഒരാൾ പറയണം ഞാൻ അയാളുടെ അതായത് മരിക്കുമ്പോ അത് അവിടെ ശവത്തിന്റെ അടുത്ത് ഇയാളെ കണ്ടു, ഇതൊക്കെയുള്ള എവിഡൻസ്. അപ്പൊ ചോദ്യം കോടതിയിൽ, നിങ്ങളെ അയാളെ കുത്തുന്നത് കണ്ടോ, അതോ കുത്തിയതിന് ശേഷം കത്തി എടുക്കുന്നത് കണ്ടോ? രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. കുത്തുന്നത് കേസാണ്, കത്തി എടുക്കുന്നത് ചിലപ്പോൾ മരണവിപ്രായത്തിൽ വേദന ഉണ്ട്, ചില സമയത്ത് അയാളങ്ങനെ വേദനിക്കേണ്ടവർ നമ്മൾ കത്തി എടുക്കുമല്ലോ ഇങ്ങോട്ട്. മനസ്സിലായില്ലേ? അപ്പൊ പക്ഷെ ഇത് രണ്ടും പ്രൂവ് ചെയ്യണം, ആരാണ് ചെയ്തതെന്ന്. അത് വേറെ കാര്യം. പക്ഷെ രണ്ടും ഇതാണ് ലോ. മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട്. ഓക്കെ. അപ്പൊ അതായി. പിന്നെ യെസ്, ഇലക്ട്രോണിക് ഫയലിംഗിന്റെ ഇൻഫർമേഷൻ. നൗ
എവിഡൻസ് ആക്ട് ദ ആക്ട് സ്റ്റിപ്പുലേറ്റ് ന്യൂമറൽ പ്രൊവിഷൻ. അതായത് ഇത്തരത്തിലുള്ള ഇതിൽ പല പ്രൊവിഷൻസ് ഉണ്ട് കേട്ടോ. ഇതിലെ ഞാൻ പറയട്ടെ, ചിലത് സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും ത്രട്ടൻ ചെയ്യുക അങ്ങനെയൊക്കെയാണ് അതിനോടൊരു കേസ്. അതേമാതിരി ചിലപ്പോൾ ഇൻസൾട്ട് ചെയ്യുമ്പോൾ അങ്ങനെ അതിന് ഓരോന്നിനും സെപ്പറേറ്റ് ഡെഫിനിഷൻസ് ഉണ്ട്. സോ ദാറ്റ് legal sanctity is accorded to all electronic record and other activities carried out by electronic means. ഓക്കെ, അപ്പോൾ ഇവിടെ അപ്പം ഞാൻ എന്താണ് പറയണറിയോ, ഈ ഇൻഫർമേഷൻ ടെക്നോളജി നിങ്ങളോട് ഇത് പറഞ്ഞേ പറ്റൂ. ഈ നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം നമ്മൾ ചെയ്യണം. മനസ്സിലായില്ലേ? ഇപ്പം നമ്മളിപ്പോൾ ഇപ്പോഴാണ് ആക്ടിനെ പറ്റി പഠിക്കുന്നത് അല്ലേ. ഏതാനും വർഷങ്ങൾക്ക് മുമ്പേ നിങ്ങൾ നടന്ന സംഭവം ഞാൻ പറയാം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പേ എന്തുകൊണ്ടാണ് ഞാൻ ഇത് പറയണമെന്ന് വെച്ചാൽ വളരെ ശ്രദ്ധാപൂർവം ഇത് നമ്മൾ ചെയ്യും. ഇന്നത്തെ ചില സമയത്ത് ന്യൂ ജനറേഷനിൽപ്പെട്ട ആളുകൾ ചിലപ്പോൾ അതിൽ ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് പല അപകടത്തിൽ ചെന്ന് ചാടുന്നു. മനസ്സിലായില്ലേ? ഈ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് വളരെ വളരെ റിഗറസ് ആണ്. വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ ബുദ്ധിമുട്ടും. അതായത് ഒരു ദിവസം ഞായറാഴ്ച I was in ഹൈദരാബാദ്. ഞാൻ ജസ്റ്റ് ന്യൂസ് പേപ്പർ ഇങ്ങനെ വായിച്ചിട്ട് ഇങ്ങനെ ഇരിക്കേണ്ടായിരുന്നു. അപ്പോൾ ടി വി ഓൺ ചെയ്തപ്പോൾ സ്റ്റാർ ടി വി ഏതോ എനിക്ക് ഓർമ്മയില്ല ഏതാന്ന്, ആ ഇംഗ്ലീഷ് ന്യൂസ് അത് ഓൺ ചെയ്ത സമയത്ത് അതിൽ ഒരാളെ അറസ്റ്റ് ചെയ്യുന്ന പോണു. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോണു പോലീസ്. മനസ്സിലായില്ലേ? അപ്പോൾ യഥാർത്ഥത്തിൽ അയാള് ഞാൻ അറിയുന്നതും എൻ്റെ കമ്പനിയിലുള്ള ഒരാളാണ് അയാള്. അപ്പം ഞാൻ ഉടനടി പറഞ്ഞു, ഇതാ നമ്മൾ അറിയുന്നതാണല്ലോ, അവൻ എപ്പോഴും ഞങ്ങൾ കാണുന്നതാണ്, സംസാരിക്കുന്നതാണ്, ഇതെന്തിനു പിന്നെ അറസ്റ്റ് ചെയ്ത് എന്നൊക്കെ വന്നു. അപ്പൊ he was booked the first case in India. ഇന്ത്യയിലെ ഇതിന്റെ IT ആക്ടിൽ പെട്ട ആദ്യത്തെ കേസ് അത് ഇങ്ങനത്തിൽ ഞാൻ അറിയുന്ന ഒരാളായിരുന്നു. പേര് പറയില്ല. ഓക്കെ, എന്താ സംഭവം അറിയണം. അതുകൊണ്ടാണ്, കാരണം ഇത്തരത്തിലുള്ള റിപ്പീറ്റ് ഇത് ചെയ്യരുത് ഒരാളും. അതായത് ഞാനപ്പോ ഹൈദരാബാദിൽ HR ഹെഡ് ആയിരുന്നു, മറ്റേ ഒരു ഇതിന്റെ ഡിഫൻസിന്റെ ഒരു ഇതില് ലബോറട്ടറിയിൽ. ഇത് കഴിഞ്ഞിട്ട് ഐ വാസ് ഹാവിങ് എൻ്റെ ഹെഡ് ഓഫീസ് അപ്പോൾ ഹൈദരാബാദ് ഇത് നമ്മുടെ ചണ്ഡീഗഡിലായിരുന്നു. ഓക്കെ, 2 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് ചണ്ഡീഗഡിൽ നിന്ന് ഹെഡ് ഓഫീസിൽ നിന്ന് ഒരു ടെലിഫോൺ വന്നു. You go and meet a circle inspector or എന്തോ DCP എന്താണ്, സൈബർ ലോ ഹൈദരാബാദിൽ പോയിട്ട് അദ്ദേഹത്തിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ആൻഡ് he will give a file, ഇന്ന കേസാണ് എന്നൊക്കെ പറഞ്ഞു. എന്നോട് പോകാൻ വേണ്ടി പറഞ്ഞു ഹെഡ് ഓഫീസിൽ നിന്ന്. ആരോടും പറയണ്ടെന്നും പറഞ്ഞു. കാരണം ഈ പയ്യന്റെ എന്താ അവൻ ചെയ്ത് അതിന്റെ കേസാണിത്. അപ്പോൾ ഹെഡ് ഓഫീസിൽ നിന്ന്, കാരണം ഇവനെ അറസ്റ്റ് ചെയ്തു. അപ്പൊ ഏതായാലും നമ്മളൊന്നും ചെയ്യാൻ പോലില്ല, നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല, അത് വേറെ കാര്യം. പക്ഷെ എന്താണ് കേസ്? അപ്പൊ ഞാൻ വേഗം കാർ എടുത്തിട്ട് വേഗം പെട്ടെന്ന് പോയി ACP സൈബർ ലോ ഹൈദരാബാദിൽ അവിടെ പോയിട്ട്, ഓഫ് കോഴ്സ് ഐ വാസ് വർക്കിംഗ് ഇൻ ഹൈദരാബാദ്. ദെൻ ഐ വെന്റ് ദർ. അപ്പൊ ഞാൻ പറഞ്ഞു, DIG ഉണ്ടായിരുന്നു, അവരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഐ വാസ് റെപ്രസെന്റിങ് ദിസ് ഓർഗനൈസേഷൻ ആൻഡ് യെസ് യെസ്റ്റർഡേസ് കേസ്. അതെ. അപ്പോ അദ്ദേഹം പറഞ്ഞു, എന്നോട് ചോദിക്കുകയാണ്, എന്നോട് പറഞ്ഞു, സാറ് ചായ കുടിക്കോ കോഫി കുടിക്കോ ചോദിച്ചു. അപ്പൊ എന്ത് തന്നാലും കുടിക്കാതെ. നോ, he offered a tea. Along with that tea, he gave one file. Okay, എന്നോട് then he requested me to read this. I will come after half an hour, കാരണം അത്ര വായിക്കാറുണ്ട്, വായിച്ചോളൂ പറഞ്ഞു. ഞാൻ ചായ കുടിക്കാനും ഈ ഫയലും വായിക്കാൻ പറഞ്ഞു. എന്നോട് ജസ്റ്റ് വായിക്കുക, അപ്പം മനസ്സിലാവും. ഞാൻ എൻ്റെ വായ കൊണ്ടൊന്നും പറയില്ല. DIG പറയാണ്, ഞാൻ ഒന്നും പറയില്ല. You read and understand against your employee what is the case. ഓക്കെ, വായിച്ചു, എല്ലാം വായിച്ചു. സമ്മറിയാണ് ഞാൻ പറയാം, മനസ്സിലായോ? വേറെ സമ്മറി, ഒരു ലൈൻ, ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല.
ഇതെന്താ പറയണെന്ന് വെച്ചാൽ വളരെ ശ്രദ്ധാപൂർവം സോഷ്യൽ മീഡിയ യൂസ് ചെയ്യണം, ഇല്ലെങ്കിൽ വരുന്ന ബുദ്ധിമുട്ട് കട്ടക്കൻ ജയിലില്. അതായത് ഈ പയ്യൻ സെക്കന്ദരാബാദ് MP, ഞാൻ തന്നെ ഷോക്കായി ഇത് കേട്ടപ്പോൾ. സെക്കന്ദരാബാദ് MP ഒരു ഡോട്ടറിന് ഇതേമാതിരി സോഷ്യൽ മീഡിയയിൽ എന്തോ ലെറ്റേഴ്സൊക്കെ അറിയാലോ അയച്ചു. അവളതൊക്കെ ഇഷ്ടപ്പെട്ടില്ല, ആദ്യം വാണിംഗ് കൊടുത്തു. അറിയുപോലും ഇല്ല, ഇതൊക്കെ സോഷ്യൽ മീഡിയയിലെ നെറ്റ്വർക്ക് പറ്റത്തൊക്കെയാണല്ലോ. അപ്പോൾ പക്ഷെ അവൾ ഓബ്ജക്റ്റ് ചെയ്ത് കംപ്ലീറ്റ്. പക്ഷെ അവൻ സമ്മതിച്ചില്ല. അവൻ പിന്നെയും രാത്രി ഇതേമാതിരി ടെലിഫോൺ ഇത് ചെയ്യാൻ തുടങ്ങി. അവള് ഫെഡപ്പായി വേഗം അച്ഛനോട് പറഞ്ഞു ഇതങ്ങനെയാണെന്ന്. അച്ഛന് 1 മിനിറ്റല്ലേ ഉള്ളൂ, MP. ആൻഡ് അപ്പൊ ഞാനത് വായിച്ചപ്പോ ഞാൻ മുഴുവൻ വായിച്ചില്ല, ഫയല് വായിച്ചില്ല. കാരണം ഞാൻ 2, 3, 4, 5 പേജ് വായിച്ചപ്പോഴേക്കും ഞാൻ തളർന്നു. ഇവന്റെ കമ്മ്യൂണിക്കേഷൻസ് വായിക്കാൻ എനിക്ക് ബാക്കി ശക്തി ഉണ്ടായിരുന്നില്ല. മതി സാറേ, എനിക്ക് മതി എന്നും പറഞ്ഞു ഞാൻ. കാരണം എന്താന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വായിച്ചിട്ട് റിപ്പോർട്ട് വരാൻ വേണ്ടിയിട്ട്, എവിടെ ഹെഡ് ഓഫീസില്. അപ്പോൾ 4-5 പേജ് വായിച്ചപ്പോഴേക്കും എനിക്ക് ഞാൻ ക്ഷീണിച്ചു. കാരണം ഇത്രയും മനുഷ്യൻ ആവോ, അങ്ങനെയാവോ, ഇത്ര അതായത് ചെയ്യാമോ, ഇത്ര മോശമാകാമോ എന്ന് ഞാൻ. അതും അറിയാത്ത ഒരാളെ ത്രൂ സോഷ്യൽ മീഡിയ കോണ്ടാക്ട് ചെയ്തിട്ട് ഇതേമാതിരി ചെയ്യുമ്പോൾ അതിൽ അതായത് നമ്മൾ പേഴ്സണെ കണ്ടിട്ട് പോലും ഇല്ല, അതാ രസം. അപ്പൊ ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. അവസാനം ജയിലിൽ പോട്ടെ. അപ്പൊ ഈ ആദ്യത്തെ കേസ് ഇതാണ്. അപ്പൊ നമ്മൾ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോഴുള്ള ശ്രദ്ധ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ നമുക്ക് വളരെയധികം നമുക്ക് ഈ ഇൻഫർമേഷൻ ടെക്നോളജി വളരെയധികം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നു, അത് നല്ല വിധത്തിൽ യൂസ് ചെയ്യാം, മോശമായ ഇതിലും നമ്മൾ യൂസ് ചെയ്യാം. മനസ്സിലായില്ലേ? നല്ല കാര്യത്തിന് വേണ്ടി നമ്മുടെ റെവല്യൂഷണറി സ്റ്റെപ്പ്, നമ്മുടെ എത്രയോ കഷ്ടപ്പെട്ട ആളുകൾ ഓരോരോ നിയമങ്ങളും ഇതെല്ലാം അത് പാലിക്കുക, നല്ല വിധത്തിൽ പാലിക്കുക. കാരണം നമ്മൾ എല്ലാം നമുക്ക് റെഡിലി അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ റീഡിങ് ഹാബിറ്റ് ഹാസ് ഗോൺ, റൈറ്റിംഗ് ഹാബിറ്റ് ഹാസ് ഗോൺ. ദേ ഡോണ്ട് നോ ഹൗ ടു റൈറ്റ് എ ലെറ്റർ ഈവൻ. മനസ്സിലായില്ലേ? എൻ്റെ പോക്കറ്റിൽ കിടക്കുന്നുണ്ട് ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രിയുടെ ഇന്ന് വന്ന ഒരു കുട്ടി എഴുതിയ ലെറ്റർ. അതില് 98% ആ മെയിൽ തെറ്റാണ്. ഗ്രാമറും യൂസേജും, ഫുൾ സ്റ്റോപ്പ് എവിടെയുണ്ട് അറിയുന്നില്ല, കോമ എവിടെ ഉണ്ടെന്ന് അറിയുന്നില്ല, ഒന്നും അറിയുന്നില്ല. എന്താ അതിൻ്റെ കാരണം? കാരണം റൈറ്റിംഗ് ഹാബിറ്റ് ഹാസ് ഇറ്റ് ഈസ് നോട്ട് എക്സിസ്റ്റിംഗ്. റീഡിങ് ഹാബിറ്റ് ഹാസ് ആൾസോ ഗോൺ. അത് പാടില്ല. റീഡ്. അതേമാതിരി ക്രിയേറ്റിവിറ്റി വേണമെച്ചാൽ റൈറ്റിംഗ് ഈസ് ആൾസോ വെരി എസെൻഷ്യൽ. പിന്നെ വേറൊരു കാര്യം, നിങ്ങളുടെ ഈ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഞാൻ എന്തുകൊണ്ടത് പറയണമെന്ന് വെച്ചാൽ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ എഴുതുന്നതല്ല ലാംഗ്വേജ്, അത് നമ്മൾ മറ്റുള്ള ഫ്രണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ അറിയിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേണ്ടി ഷോർട്ട് ഫോമിലാണ് നമ്മൾ എഴുതുന്നത്. അതിൽ നിങ്ങൾ ഗ്രാമർ മിസ്റ്റേക്കോ നിങ്ങൾ എന്ത് വേണമെച്ചാൽ ആരും മൈൻഡ് ചെയ്യില്ല. പക്ഷെ വെൻ യു കമ്മ്യൂണിക്കേറ്റ് ടു സംബഡി, you are right. Suppose if you want to write a letter to collector or DSP or SHO or somebody Tahsildar, you don't know. Suppose if you don't know how to write a letter, whether it is മലയാളത്തിലായിക്കോട്ടെ ഏത് ലാംഗ്വേജിലായിക്കോട്ടെ, അതിന് ആ മലയാളം എഴുതേണ്ട വിധല്ലേ. അപ്പോഴത്തേക്കുള്ളൂ എനിക്ക് വന്ന മെയിലില് സർ, ഡിയർ സർ എന്ന് പോലും ഇല്ല. മനസ്സിലായില്ലേ? ഡിയർ സർ എന്ന് പോലും ഇല്ല. എത്രയോ നമ്മുടെ ജൂനിയർ ആയിട്ടുള്ള വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി അയച്ചാണ്. കാരണം എന്താ വെച്ചാൽ ഒരു വേറെ പ്രൊജക്ട് വർക്കിനെ പറ്റിയിട്ടാണ്. അത് മുഴുവൻ തെറ്റാണ്. അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ, അതല്ല റിയൽ കമ്മ്യൂണിക്കേഷൻ. അത് ഈസി വേ ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ്. പക്ഷെ നമ്മുടെ ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയിക്കോട്ടെ വേറെ എന്തെങ്കിലും ലാംഗ്വേജ് ആയിക്കോട്ടെ, ക്രിയേറ്റിവിറ്റി വേണമെച്ചാൽ എഴുതി കറസ്പോണ്ടൻസ് ആയിക്കോട്ടെ അതൊക്കെ പ്രോപ്പറായിട്ട് പഠിക്കണം. അതന്നെ പറഞ്ഞത്. ഓക്കെ, നൗ പിന്നെ അപ്പൊ എവിഡൻസ് ആക്ടിനെ പറ്റി പറഞ്ഞു. ഇനി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഞാൻ ബാക്കി എവിടെ ചാപ്റ്റർ 3 ഓഫ് ദ ആക്ട് ഡീറ്റെയിൽ അബൌട്ട് ഇലക്ട്രോണിക് ഗവേണൻസ് ആൻഡ് പ്രൊവൈഡ് എന്നുള്ള അറിയാം. ഓക്കെ, സച്ച് റിക്വയർമെന്റ് ഷാൽ ബി ഡീംഡ് ടു ഹാവ് ബീൻ സാറ്റിസ്ഫൈഡ്, റെൻഡേർഡ് ഓർ മെയ്ഡ് അവൈലബിൾ ഇൻ ഇലക്ട്രോണിക് ഫോം, അക്സസബിൾ. പക്ഷെ നമ്മുടെ ഈ ഇതിലൊക്കെ എന്താ ഇലക്ട്രോണിക് ഫോം നിങ്ങൾക്ക് അറിയാലോ. സപ്പോസ് നമ്മളൊരു ആപ്ലിക്കേഷൻ എഴുതണം, ആപ്ലിക്കേഷൻ ഫോം അവൈലബിൾ ആണ്. ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ എടുക്കണം, അവൈലബിൾ, അത് അക്സസബിൾ ആയിരിക്കണം.
എല്ലാവർക്കും നിങ്ങൾ എന്ത് ഫോം ഫോർമുലേറ്റ് ചെയ്യുന്നത് അത് മറ്റുള്ളവർക്കും കൂടി ആക്സസിബിൾ ആണ്, അല്ലെങ്കിൽ അവർക്ക് ഇവിടുന്ന് കിട്ടണം. അപ്പൊ അതാണ് ഇത് പറയുന്നത്. ഇനി പറയാൻ പോകുന്നത് റൈറ്റ്, അതിന് പുറമെ മുമ്പേ ഒന്നും കൂടി പറയാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ പറ്റി 1-2 വാചകം ഞാൻ പറയട്ടെ. ഇതിലില്ല ബുക്കിൽ. നമ്മുടെ ഒരു ഓട്ടോണമസ് ആയിട്ടുള്ളതാണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, ഗ്രേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യ always, we were fortunate to have eminent economist as a bank governor, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ വളരെ നല്ല പ്രവർത്തന രീതിയാണ്. ഇനി അവരുടെ ഡ്യൂട്ടി എന്താണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. അപ്പോൾ റീജിയണൽ ഓഫീസ് പലയിടത്തുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മെയിൻ ഡ്യൂട്ടി ഓർക്കണം, ഈ ഇന്ത്യ സെൻട്രൽ ബാങ്ക് ആണ്. ബാങ്കിന്റെ ഏറ്റവും വലിയ ആള്, എല്ലാ ബാങ്കിനെയും കൺട്രോൾ ചെയ്ത് അതാണ്. അവരുടെ അപ്രൂവ് ഇല്ലാതെ ഒരു ബാങ്കിനും ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല ഇന്ത്യയില്. കോപ്പറേറ്റീവ് ബാങ്ക് ആയിക്കോട്ടെ, വേറെ ഫെഡറൽ ബാങ്ക് ആയിക്കോട്ടെ, സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആയിക്കോട്ടെ, വേറെ ഏതെങ്കിലും പ്രൈവറ്റ് ICICI ബാങ്ക് ആയിക്കോട്ടെ, HDFC ബാങ്ക് ആയിക്കോട്ടെ, ഓക്കെ, IDBI ആയിക്കോട്ടെ, എന്തിനും അതിന്റെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്രൂവൽ വേണം. സോ they are the central bank and central bank എന്ന് പറഞ്ഞാൽ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് വിചാരിക്കരുത്, അതൊരു ബാങ്കാണ്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ബാങ്ക് ഈസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞാൽ അതിൽ ഒരു ബാങ്കാണ്. നമ്മുടെ കനറ ബാങ്കും അതേമാതിരിയുള്ള ഇന്ത്യൻ ബാങ്കിന് മേലുള്ള ഒരു ബാങ്കാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. പക്ഷെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ശരിക്ക് സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. സോ they are regulating body responsible for regulation of the Indian banking system. It is under the ownership of Ministry of Finance. It is responsible for the it is responsible for the control issue and monitoring supply for the paisa, mint, നോട്ടടിക്കല്, കോയിൻസ്, ഇതൊക്കെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് അവരാണ്. അല്ലാണ്ട് നമുക്ക് ഇതാണ് അവരുടെ കുറെ നോട്ടൊന്നും അടിക്കാൻ പറ്റില്ല. അതിനൊക്കെ ഇതുണ്ട്, ഇന്റർനാഷണൽ ലോ ഉണ്ട്, പലതുണ്ട്. ഇത്ര ഗോൾഡ് വേണം, ഇത്ര ഡെപ്പോസിറ്റ് വേണം, ഇങ്ങനെയൊക്കെ ഉണ്ട്. അല്ലാതെ നമുക്ക് പട്ടികയാണ് പറഞ്ഞിട്ട് നോട്ടടിക്കാൻ പറ്റില്ല. ഗവൺമെന്റ് പ്രസ് ഉണ്ട്, മിന്റ് ഉണ്ട്, നാസിക്കും മറ്റും പല സ്ഥലങ്ങളിലൊക്കെ പല സ്ഥലത്തും ഉണ്ട്. അപ്പൊ അതെല്ലാം സീക്രട്ട് ഇതാണ്, പ്രൊഹിബിറ്റഡ് ഏരിയയാണ്, അവിടേക്കൊന്നും പ്രവേശനം ഇല്ല. അപ്പൊ ഇത് മിനിസ്ട്രി ഓഫ് ഫൈനാൻസിന്റെ കീഴിൽ വരുന്ന നമുക്ക് ഗവർണർ ഉണ്ട്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ ഉണ്ട്, അപ്പോയിന്റഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആൻഡ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടു ഫൈനാൻസ് മിനിസ്ട്രി ഓൾസോ. അയാള് മനസ്സിലായില്ലേ, വളരെ പവർഫുൾ പേഴ്സൺ ആണ്. ഓക്കെ, നൗ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് കുറെ പറഞ്ഞതാണത്. ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, ദ റൈറ്റ് ടു ഇൻസ്പെക്ട്. എന്താണ് RTI? വളരെ വളരെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ ശേഷം ഏറ്റവും, അതായത് പ്രയോജനവും വളരെ റെക്കോർഡ് ബ്രേക്കിംഗ്, അതായത് ഏറ്റവും ജനത്തിന് ഉപയോഗപ്പെട്ട ഒരു നിയമമാണ് പാർലമെന്റ് പാസാക്കുന്നത്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005. ഇതിലാണ് മറ്റുള്ളവരെല്ലാം കുടുങ്ങിയത്. ആരെന്ത് തെറ്റ് ചെയ്താലും അത് പിടിക്കും. ഈ ബാങ്കിലായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് നിക്ഷേപമായിക്കോട്ടെ, പിടിക്കും എല്ലാം. So, if you make an apply to, then അതിന് ഓരോ ഓഫീസേഴ്സ് ഉണ്ട്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 ആണത്. അത് പ്രകാരം നിങ്ങൾക്ക് വർക്ക് ചെക്ക് ചെയ്യാനും, ഡോക്യുമെന്റ് ചെക്ക് ചെയ്യാനും, റെക്കോർഡ് ചെക്ക് ചെയ്യാനും, നോട്ട്സ് നോക്കാനും, സർട്ടിഫൈഡ് കോപ്പീസ് മേടിക്കാനും, അങ്ങനെ സാമ്പിൾസ് കളക്ട് ചെയ്യാനും മെറ്റീരിയൽസിന്റെ, അതായത് നിങ്ങൾ എവിടെയെങ്കിലും അഡൾട്ടറേറ്റഡ് നമ്മുടെ പാലിന്റെ പൗഡർ, ഇപ്പൊ നിങ്ങൾക്കറിയാമോ, വാട്ട് ഇസ് സ്റ്റഡി അബൌട്ട് ഇന്നലത്തെ പേപ്പർ കണ്ടോ നിങ്ങൾ? എന്തൊരു മാർക്കറ്റിംഗിൽ ഒരു ചീറ്റിംഗ് ആണ് എന്ന് ആലോചിച്ച് നോക്കും. അതായത് ഡോൾ, നമ്മുടെ പാരസെറ്റമോൾ, 500 കോടിയാണ് നമ്മുടെ ഡോൾ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയുടെ ടേൺ ഓവർ. ആയിക്കോട്ടെ, എത്രയോ ആയിക്കോട്ടെ, പക്ഷേ വെരി ബാഡ് മാർക്കറ്റിംഗ് എത്തിക്സ് ദേ ഫോളോഡ്, എസ്പെഷ്യലി ഡ്യൂറിങ് കോവിഡ് സീസൺ.
കോവിഡ് സ്ഥിതിയിൽ പലരും പാരസെറ്റമോളും മറ്റേ ഇതേമാതിരി ഡോളൊക്കെ കഴിച്ചിട്ടാണ് എല്ലാ ഡോക്ടർമാരും അത് പ്രിസ്ക്രൈബ് ചെയ്തായിരുന്നു. ഡോക്ടർമാർക്കെല്ലാം കൈക്കൂലി കൊടുത്തിരുന്നു. 1000 കോടിയിൽ മീതെ ഈ ഒരു കമ്പനി കൈക്കൂലി കൊടുത്തിട്ട് ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ പനി എന്തെങ്കിലും വരികയാണെന്ന് വെച്ചാൽ ഒന്ന് പ്രിസ്ക്രൈബ് ചെയ്യണേ പാരസെറ്റമോളിലും ഡോള്. ഇന്നത്തെ പേപ്പറിൽ വായിച്ചോളൂ. അപ്പോൾ ഇറ്റ് ഈസ് വെരി വെരി ഡേഞ്ചറസ് അൺഎത്തിക്കൽ മാർക്കറ്റിംഗ് പ്രാക്ടീസ് ഫോളോഡ് ബൈ സോ ആൻഡ് സോ കമ്പനി. പേരിന് ഞാൻ പറയുന്നില്ല, പേപ്പറിലുണ്ട് കേട്ടോ. ദിസ് പബ്ലിഷ് ഡോക്യുമെന്റ് ആണ്. ഇന്നലത്തെ പേപ്പർ നോക്കിക്കോളൂ. അതിൽ 1000 കോടി രൂപ ഓരോരോ ഡോക്ടർമാർക്കും പിന്നെ ഹോസ്പിറ്റൽസിലും ഇതെല്ലാം കൈക്കൂലി കൊടുത്ത് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവിന് ഇതെല്ലാം ഗിഫ്റ്റ് ഇതെല്ലാം കൊടുത്തിട്ട് ഇതൊന്ന് പനി ഉണ്ടെങ്കിൽ ഇത് മേടിക്കണേ, ഈ മരുന്ന് ഒന്ന് പ്രിസ്ക്രൈബ് ചെയ്യണേ, ഡോക്ടറോട് പറയുക, ഇത് മേടിക്കാൻ വേണ്ടി പറയണേ, ഇത് മേടിക്കാൻ വേണ്ടി ഞങ്ങളുടെ മരുന്ന്. അവസാനം 500 കോടിയിട്ട് 3 മാസത്തിനോ 4 മാസത്തിനിട്ട് പാരസെറ്റമോള് 400 കോടി 500 കോടി ഇട്ട് വെറും 3 മാസത്തിന്. കോട്ടർ പറഞ്ഞാൽ 3 മാസമല്ലേ പ്രൊഡ്യൂസ് ചെയ്തത്. കാരണം പനിക്ക് അതാണ് അവർ കഴിച്ചിരുന്ന ആളുകൾ, അവർക്കറിയില്ലല്ലോ. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി എന്താണ് അൺഎത്തിക്കൽ എന്ന് പറയുന്നത്. അൺഎത്തിക്കൽ എന്ന് പറയുന്നത് വളരെ സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്നതാണ് ഡോൾ, മറ്റേതൊക്കെ. അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ, ഓരോന്ന് പേപ്പറിൽ നോക്കിക്കോളൂ, എല്ലാം എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താ ഇപ്പോൾ അങ്ങ് ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ we have, as a citizen, we have got a duty to ask under right to information act എന്തെല്ലാം വിധത്തിൽ ഇവരുടെ ഇത് ലാബ് ടെസ്റ്റ് അപ്രൂവൽസ്, അതിൽ എന്തെല്ലാം കണ്ടൻസിന് മരുന്നിന്റെ ടാബ്ലറ്റിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട്, ഇതെല്ലാം നമുക്ക് മേടിക്കാനുള്ള അവകാശം. അതന്നെ ഇതാ ഒപ്റ്റൈൻ ഇൻഫർമേഷൻ ഇൻ ഫ്രണ്ട് ഓഫ് പ്രിന്റ് ഔട്ട് ഡിസ്ക് ഫ്ലോപ്പീസ് ടേപ്സ് വീഡിയോ കാസറ്റ് എല്ലാം. അപ്പോൾ ഇത് ജസ്റ്റ് നോക്കിയാൽ മതി. വി വിൽ ഡിഫൈൻ സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടേം. ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നോക്കൂ, അത് പറയല്ലോ തന്നെ റിക്കാർഡ്, അതായത് ഞാൻ പറഞ്ഞല്ലോ, റിക്കാർഡ്, ഇമെയില്, ഒപ്പീനിയന്, അഡ്വൈസ്, പ്രസ് റിലീസ്, സർക്കുലർ, ഓർഡർ, ലോഗ് ബുക്ക്, കോൺട്രാക്ട്സ്, റിപ്പോർട്ട്സ്, പേപ്പർ, സാമ്പിള്, മോഡല്, ഡാറ്റ മെറ്റീരിയൽ, ഇലക്ട്രോണിക് ഫോം, ഇതൊക്കെയാണ് ഇൻഫർമേഷൻ. പബ്ലിക് അതോറിറ്റി ആരാണ് ഇതിന്? അതിന്റെ കോമ്പറ്റന്റ് അതോറിറ്റി. ഓക്കെ, അതാണ്. പിന്നെ റെക്കോർഡ് എന്ന് ഡോക്യുമെന്റ്, മാനുസ്ക്രിപ്റ്റ്, ഫയല്, മൈക്രോഫിലിം, പിന്നെ മൈക്രോഫെക്റ്റ്, ഓക്കെ, അത് പിന്നെ ആൻഡ് ഫെസിമൽ, അതായത് സീറോ കോപ്പി, ഇതൊക്കെയാണ്. ഇനി പബ്ലിക് അതോറിറ്റി, കോമ്പറ്റന്റ് അതോറിറ്റി ആരാ ഇൻഫർമേഷൻ കൊടുക്കാൻ? പബ്ലിക് അതോറിറ്റി ആർക്കാണ് അധികാരം? ഒന്ന്, ഇത് പറഞ്ഞു കഴിഞ്ഞു. നോക്കൂ, നമ്മുടെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഉണ്ട്. നമ്മുടെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഉണ്ട്. അതിൻ്റെ കീഴില് പിന്നെ സെൻട്രൽ പബ്ലിക്കേഷൻ, ബാക്കി അത് ഓട്ടോമാറ്റിക് പിന്നീട് വരും. അപ്പൊ ഞാൻ ബ്രീഫായിട്ട് ഞാൻ പറയാം. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇൻഫർമേഷൻ കമ്മീഷണേഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 10 മെമ്പേഴ്സ് ഉണ്ട്. ഇവര് അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്, ഈ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ. അതേമാതിരി ഇൻഫർമേഷൻ കമ്മീഷണേഴ്സിനും അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്. ഓക്കെ, ഇവരെ ആരാണ് റെക്കമെൻഡ് ചെയ്യുന്നത് അറിയാമോ? ഈ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ നമ്മുടെ ഇന്ത്യയിൽ. അതായത് ഒരു കമ്മിറ്റി ഉണ്ട്. അതിൽ പ്രധാനമന്ത്രി 1, ലീഡർ ഓഫ് ഓപ്പോസിഷൻ 2. ലീഡർ ഓഫ് ഓപ്പോസിഷൻ പറഞ്ഞാൽ അറിയാലോ നമുക്ക്, ലോകസഭയിലെ കേട്ടോ, ലോകസഭയിലാണ് ലീഡർ ഓഫ് ഓപ്പോസിഷന്റെ, ലോകസഭയിലത്തെയാണ്, രാജ്യസഭയില്ല. എന്താ കാരണം? ലോകസഭയിലെ കൂടുതൽ മെമ്പേഴ്സ്, ജനങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നത് കൂടുതൽ ലോകസഭയാണ്, മറ്റേത് സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അപ്പോ ലോവർ ഹൗസ് ഇതാണ്. ലോവർ ഹൗസ് പറഞ്ഞാൽ ഇതിലല്ല, ജനങ്ങളുടെ സഭയാണത്. ഹൗസ് ഓഫ് കോമൺസ് അല്ലേ, അതേമാതിരി ഉള്ളതാണത്. അപ്പോ ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പ് ഉള്ളതാണ്, പിന്നെ ആളുകളുള്ളതാണ്. അപ്പോ പ്രധാനമന്ത്രി, ലീഡർ ഓഫ് ഓപ്പോസിഷൻ, ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ, പ്രധാനമന്ത്രി നോമിനേറ്റ് ചെയ്ത ഇവര് 3 പേരും കൂടിയാണ് നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ, ഇൻഫർമേഷൻ ഓഫീസറെ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ അയാളുടെ കീഴില് പല ഇതുണ്ട്. പിന്നെ ഇൻഫർമേഷൻ കമ്മീഷണേഴ്സ് ഉണ്ട്. പിന്നെ അപ്പൊ ഇങ്ങനെ ഓരോരോ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതും ഇതൊക്കെ. പിന്നെ ഇവരെ
65 വയസ്സ് വരെ ഇവർക്ക് വർക്ക് ചെയ്യാൻ പാടുള്ളൂ. 65 വയസ്സ്. 5 കൊല്ലത്തെ ടെനറാണ്. 5 കൊല്ലാണ് ഇവരുടെ കാലാവധി. ഈ ഇൻഫർമേഷൻ കമ്മീഷണർ. പിന്നെ ഇൻഫർമേഷൻ കമ്മീഷണർ ഓക്കെ. പിന്നെ 65 വയസ്സ് വരെ ജോലി ചെയ്യാൻ പാടും. പക്ഷേ റിട്ടയർമെന്റിന് ശേഷം റീ അപ്പോയിന്റ്മെന്റ് പാടില്ല. എവിടെയും അവർക്ക് റീ അപ്പോയിന്റ്മെന്റ് കൊടുക്കാൻ പാടില്ല. പിന്നെ വേറൊന്ന്, നമുക്ക് ഈ ഇൻഫർമേഷൻ എന്തെങ്കിലും വേണമെന്ന് വെച്ചാൽ ഇവരൊക്കെ തരും. അതേമാതിരി സ്റ്റേറ്റിൽ ഇതേമാതിരി ഉണ്ട്. സ്റ്റേറ്റിൽ പബ്ലിക് റിലേഷൻ ഓഫീസർ ഉണ്ട്. സ്റ്റേറ്റിലുണ്ട് അതേമാതിരി ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഉണ്ട്. അതേമാതിരി ഇൻഫർമേഷൻ കമ്മീഷണേഴ്സ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഡിസ്ട്രിക്റ്റിലുണ്ട്. ഇതിലൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഇത് നമ്മളൊരു ഇവരോടൊക്കെ നമുക്ക് ചോദിക്കാം. എല്ലാം അപ്പോൾ കലക്ടറേറ്റിലൊക്കെ പോയി ഇതിനുള്ള ഇൻഫർമേഷൻ തരേണ്ട ഓഫീസറെ ഓതറൈസ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ പ്രിസ്ക്രൈബ്ഡ് ഫീ കൊടുക്കണം. പക്ഷെ BPL ബിലോ പോവർട്ടി ലൈനിൽ ഫീസ് ഇല്ല. നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ 30 ദിവസത്തിനുള്ളിൽ തരണം. പിന്നെ പക്ഷേ ലൈഫ് ആൻഡ് ലിബർട്ടിയെ പറ്റിയിട്ടാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തരാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കണം. പെട്ടെന്ന് ലൈഫിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ലിബർട്ടിയെ പറ്റിയിട്ടാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തരേണ്ടി വരും. പിന്നെ തേർഡ് പാർട്ടിയാണെന്ന് വെച്ചാൽ 40 ദിവസം. ഓക്കെ. പിന്നെ വേറെ കാര്യം, ഇൻഫർമേഷൻ നിങ്ങൾ ചോദിക്കുമ്പോൾ എല്ലാ ഇൻഫർമേഷനും കിട്ടില്ല. ചില ഇൻഫർമേഷൻ ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ലാത്ത ഇൻഫർമേഷൻ ഉണ്ട്. നാഷണൽ ഇൻട്രസ്റ്റ് ഓർ സ്റ്റേറ്റ് ഇൻട്രസ്റ്റ്, അത് കിട്ടില്ല നിങ്ങൾക്ക്. ഓക്കെ. പിന്നെ അപ്പലറ്റഡ് അതോറിറ്റി പറഞ്ഞാൽ അതിൽ മീതിയുള്ള ഓഫീസർ, അവരുടെ മീതെ ഉള്ള ഓഫീസർ. നോക്കൂ, ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ ഓഫീസർ, അവിടുന്ന് കിട്ടിയില്ലെങ്കിൽ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷണർ, സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷണർ തന്നാൽ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ, അങ്ങനെ പോകുന്നത്. അതാണ് അപ്പലറ്റ് പറഞ്ഞാൽ ടോപ്പിലുള്ളത്. ഓക്കെ. അപ്പോൾ പിന്നെ വേറൊന്ന്, ഈ ഇൻഫർമേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു ദിവസം 500 രൂപ ഫൈനാണ് ഈ ഇൻഫർമേഷൻ ഓഫീസർക്ക്. 250 രൂപ ഒരു ദിവസത്തിന്. മാക്സിമം 25,000 രൂപ. അതാ റീസെന്റ് ആയിട്ട് അനവധി ആളുകൾക്ക് പിന്നെ ഇതേമാതിരിയുള്ള പനിഷ്മെന്റ് കൊടുക്കുന്നു. ഇനി ഈ ഇൻഫർമേഷൻ കമ്മീഷന്റെ അവരെന്തെങ്കിലും ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും നിങ്ങൾക്ക് അതിൽ വിരോധം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഹൈക്കോടതിയിൽ പോകണം. അവരാണ് അത് തീരുമാനിക്കേണ്ടത്. സാധാരണ ഹൈക്കോടതി ഒരു സിമ്പതിയും കാണിക്കില്ല കേട്ടോ. ഹൈക്കോടതി കാരണം നിയമപരമായിട്ടാണ് പോകുന്നത്. ഇവരൊക്കെ അപ്പോയിന്റഡ് ബൈ ദി ഗവൺമെന്റ് ഓർ ഗവർണർ ഓർ പ്രസിഡന്റ്. എന്താ ഹൈക്കോടതി നോക്കും, കുട്ടിക്കും ഫൈൻ കൊടുക്കും. നാളും കൊണ്ട് കുറെ 25,000 രൂപ ഒരു സ്ത്രീക്ക്, അതേമാതിരി വേറൊരുത്തിന് ഇതേമാതിരി കൊടുക്കുക. ഒരു റിലാക്സേഷൻ കൊടുക്കില്ല നിയമത്തിന് എതിരായിട്ട് പ്രവർത്തിച്ച കേട്ടോ. അപ്പൊ നാഷണൽ ഇ ഗവേൺ പ്ലാൻ ഇത് 2006 അതൊന്ന് ജസ്റ്റ് നോക്കൂ. ഫോർമുലേറ്റഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നു. ഗ്രീവൻസ് പബ്ലിക് നമ്മുടെ പേഴ്സണൽ മിനിസ്ട്രി ഇതാണ് വരുന്നതാണത്. ആരെങ്കിലും ഗ്രീവൻസോ, സാലറി കിട്ടിയില്ല, പെൻഷൻ കിട്ടിയിട്ടില്ല, അതേമാതിരി സ്കെയിൽ പ്രോപ്പർ അല്ല, ക്വാളിഫിക്കേഷൻ അനുസരിച്ചില്ല, അങ്ങനെയൊക്കെ എന്തെങ്കിലും സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടെങ്കിൽ ഈ ഡിപ്പാർട്ട്മെന്റിൽ പോവാം. ഈ ഗവേണൻസ് ഉണ്ട്, കംപ്രൈസിങ് പിന്നെ അവരുടെ കീഴിൽ അനവധി മിഷൻസ് ഉണ്ട്. പിന്നെ ഓക്കെ, മോഡ് പ്രൊജക്ട് 10 കോമ്പോണൻസ് ഇൻ മെയ് ഓട്ടെ. ഓക്കെ. നോ NEGP aims at improving delivery, government service or business. ഇതൊക്കെ ഗവൺമെന്റ് ഇതെല്ലാം മേക്ക് ഓൾ ഗവൺമെന്റ് സർവീസ് ആക്സസിബിൾ ടു ദ കോമൺ മാൻ. ഇതാണ് അതിന്റെ എല്ലാ കോമൺ മാനും വേണ്ടിയിട്ട് സഹായങ്ങൾ, സർവീസ് ഡെലിവറി ആൻഡ് എഫിഷ്യൻസി, ട്രാൻസ്പെറൻസി, സത്യസന്ധത, റിലയബിലിറ്റി, വിശ്വസനീയമായ, അഫോർഡബിൾ കോസ്റ്റ്. നോമിനൽ എമൗണ്ട് ആണ് ഇതിന് ഫീസ്. 10 രൂപയാണ് ഒരു ഇൻഫർമേഷന്റെ ഇത് നമുക്ക് കിട്ടണം, റൈറ്റ് ടു ഇൻഫർമേഷന്. അതേമാതിരി ഈ ഗവേണൻസ്. പിന്നെ നിങ്ങൾക്ക് അറിയാലോ ഇപ്പോഴത്തെ ആധാർ കാർഡ് എല്ലാം പെട്ടെന്ന് കിട്ടുന്നുണ്ടോ. കോളേജിലത്തെ അത് മാർക്ക് ലിസ്റ്റ് ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും റിസൾട്ട് അറിയണം, ചില എഞ്ചിനീയറിംഗിൽ അഡ്മിഷൻ ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും. അപ്പൊ ഇതൊക്കെയാണ് ഗുണങ്ങൾ. അപ്പോൾ സെൻട്രലൈസ് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്, ഇന്റഗ്രേറ്റീവ് എലിമെന്റ്, പിന്നെ പ്രോഗ്രാം അപ്രോച്ച്, അങ്ങനെ പോകുന്നു. ഓണർഷിപ്പ് ഓഫ് ദ മിനിസ്ട്രീസ്, പിന്നെ പ്രോഗ്രാം മാനേജ്മെന്റ് സ്ട്രക്ചർ, പ്രൈം മിനിസ്റ്റർ ഓഫീസ് അറിയാലോ. ഏറ്റവും വളരെ സ്ട്രോങ് ആയിട്ടുള്ള എല്ലാ മന്ത്രിസഭയും കോർഡിനേറ്റ് ചെയ്യുന്നതാണ് PMO. 100-100 ചില്ലാം ആളുകള്, സ്റ്റാഫോ 10-300 എത്രയാണെന്ന് പറയില്ല ഇവര് കേട്ടോ. പിന്നെ അവരാണ് കംപ്ലീറ്റ് മോണിറ്റർ ചെയ്യുന്നത് കേട്ടോ. ഈ എല്ലാ മിനിസ്ട്രിയും കോർഡിനേറ്റ് ചെയ്യുന്നത്. പ്രൈം മിനിസ്റ്റർക്ക് പെട്ടെന്ന് ഇൻഫർമേഷൻ വേണമെന്ന് വെച്ചാൽ ഇവരാണ് ചെയ്യുന്നത്. എത്രയോ IAS ഓഫീസേഴ്സ് എല്ലാം ഉണ്ട് ഇവിടെ. പ്രൈവറ്റ് സെക്രട്ടറി, പ്രൈം മിനിസ്റ്ററുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഒക്കെ ഉണ്ട്. നാഷണൽ ഇ ഗവേൺ പ്ലാനിംഗ് കമ്മീഷൻ, മിനിസ്റ്റർ, ഇവിടെ നിന്നുള്ള ഇൻഫർമേഷൻ ഒക്കെ ഇവരെന്തായാലും ചോദിച്ചാൽ കൊടുക്കില്ല എന്ന് ഒരാൾക്ക് പറയാൻ പറ്റില്ല. അപ്പൊ തട്ടും.
പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു ചോദ്യം ചോദിച്ചിട്ട് അതിന് ഉത്തരം കൊടുത്തിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ചെയറിൽ ഉണ്ടാവില്ല. അപ്പോ എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന കാരണം എന്താ അറിയോ, അവര് ദേ ആർ റെസ്പോൺസിബിൾ, ദേ ടു പ്രൊവൈഡ് ടു പ്രൈം മിനിസ്റ്റർ ഹി ഹാസ് ടു പുട്ട് ബിഫോർ രാജ്യസഭ ലോകസഭ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കണം. അപ്പൊ അതായിട്ട് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ അല്ല പ്രധാനമന്ത്രിക്ക് കൊടുക്കണോ കൊടുക്കണ്ടേന്ന് ഡിമാൻഡ് ചെയ്ത് അവിടെ കൊടുത്തോളണം തീർച്ചയായിട്ടും. പിന്നെ അതില്ല, പ്രൈം മിനിസ്റ്ററുടെ കീഴിൽ പല പോർട്ട്ഫോളിയോ ഉണ്ട്. അപ്പൊ ആ പോർട്ട്ഫോളിയോ ഒക്കെ അതിലുള്ള അതാത് സെക്രട്ടറിമാര് ഇൻഫർമേഷൻ കൊടുത്തോളണം. അപ്പൊ അതൊക്കെയാണത്. ഓക്കെ, അടുത്ത് പിന്നെ പെൻഷൻ, മിനിസ്ട്രി ഓഫ് നോക്കൂ, നമ്മുടെ കുറെ ഡിപ്പാർട്ട്മെന്റ്, കോർപ്പറേറ്റ് ഓഫീസ് പറഞ്ഞ കമ്പനി, ഇൻകം ടാക്സ്, ഫൈനാൻസ്, എക്സ്റ്റേണൽ അഫയർ, നമ്മുടെ വിദേശകാര്യമന്ത്രി, അങ്ങനെ 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 പോന്നു. പെൻഷന്റെ ഡിപ്പാർട്ട്മെന്റ്, അഡ്മിൻ ഒക്കെ പറഞ്ഞു. ഓക്കെ, പിന്നെ ഹാർനസിങ് ആപ്ലിക്കേഷൻ, ആധാർ ബേസ്ഡ് ഇലക്ട്രോണിക്, നിങ്ങൾക്കറിയാം ആധാറിന്റെ പല ഗുണങ്ങളുണ്ട്. വിഷൻ, മിഷൻ, ഇത് അതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് പറയട്ടെ. വിഷൻ, മിഷൻ. ഓക്കെ, ഒരു മിനിറ്റ്. വിഷൻ എന്ന് പറഞ്ഞാൽ ദ എബിലിറ്റി ടു തിങ്ക് about or plan the future work with imagination or wisdom. അതാണ് വിഷൻ. അതായത് ഓരോരോ ഇതിലുണ്ട്, നമ്മുടെ IT-യിലുണ്ട്. ഇനി മിഷൻ, an important assignment given to a person or groups of people. Objective എന്ന് പറഞ്ഞാൽ think, aimed at or sought a goal system has achieved its objective to secure a challenging position in a reputable organization, to expand learning, knowledge and skills. ഇതൊക്കെയാണ് സ്ട്രാറ്റജി, തന്ത്രം. ഓരോരോ കാര്യങ്ങൾ ചെയ്യാനുള്ള തന്ത്രങ്ങൾ, അതന്നെ ലോങ് ടേം, അതേമാതിരി ഓവറോൾ എയിം, അതാണ് സ്ട്രാറ്റജി. പിന്നെ ഡിജിറ്റൽ, ബ്രോഡ്, ഹൈവേസ്, ഇതൊക്കെ ഉണ്ട്. ഓരോരോ മൊബൈൽ, അതേ പബ്ലിക് ഇന്റർനെറ്റ്, ഗവേണൻസ്, അതിനെ പറ്റിയിട്ടുള്ള ഡിജിറ്റൽ, ഇത് ഓരോരോ നമ്മുടേതാണ്. നമ്മൾ ഏതെല്ലാം വികസനം നടന്നു, ഏതെല്ലാം ഇലക്ട്രോണിക്സിന്റെ ഇത് ഉണ്ട്. പിന്നെ പില്ലർ, അത് പോട്ടെ, അതൊന്ന് ജസ്റ്റ് വായിച്ചാൽ മതി. ഓരോരോ IT-യുടെ ഓരോരോ കാര്യങ്ങൾ, നീറ്റ്, മറ്റേ നെറ്റ് സീറോ നമ്മളെ ഓരോരോ കാര്യങ്ങൾ. ഇപ്പോൾ സാധനങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കണം ഇൻഡിജിനിയസ് ആയിട്ട്. ഇമ്പോർട്ട് വളരെ കമ്മിയാണ്. ചാലഞ്ചസ് കണ്ടമാനുണ്ട്, അത് ഞാൻ കുറെ പറഞ്ഞു ഞാൻ എന്തൊക്കെയാണ് ചാലഞ്ചസ് എന്ന്. പിന്നെ നമ്മളെ പലരെയും ലിറ്ററേറ്റ് ആക്കണം. അപ്പൊ ഇലക്ട്രസിന്റെ IT ഹാൻഡിൽ ചെയ്യണം വെച്ചാൽ ലിറ്ററസി വേണം കേട്ടോ. കൺക്ലൂഷൻ, ദ യൂണിറ്റ് ഡിസ്കസ് അബൌട്ട് ദ വേരിയസ് ലീഗൽ, അപ്പൊ നിയമപരമായിട്ടുള്ള നാഷണൽ പോളിസി, RTI, അതായത് ഇതിനെ പറ്റിയിട്ടാണൊക്കെ നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. യൂണിറ്റ് 4, റോൾ ഓഫ് ICT in administration. Role of ICT in administration, planning and decision making, service delivery. Introduction. Information communication technology have emerged as a major instruments in facilitating and enabling the restructuring of hierarchical organization, re-engineering of work process, and ഇത് നമ്മുടെ പുതിയ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ചാപ്റ്റർ 4 ആണത്. ആദ്യം IT ആക്ട് എന്താണ്? The IT Act provides a legal framework for electronic governance by giving recognition to electronic, records and digital signature. It also designs cyber crimes and prescribe penalty for them. ഇതാണ് IT ആക്ടില്. അപ്പൊ നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ICT has changed, ഓക്കെ, മേജർ ഇൻസ്ട്രുമെന്റ്സ് ഇൻ ഫെസിലിറ്റേറ്റിംഗ്, അതിനെ പറ്റിയിട്ടൊക്കെയാണ് പറയുന്നത്. നോക്കൂ, രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഡ്യൂറിങ് ഹിസ്, ഞാൻ എന്തുകൊണ്ടാണ് ഒരു ചരിത്രം, എത്രയോ ആളുകളുടെ സംഭാവനയിലാണ് ഇന്ന് ഇന്ത്യ ചെയ്തത്, അത് മറക്കരുത് കേട്ടോ. ഓരോരുത്തരുടെയും ഒരുപടി സംഭാവനകൾ, പല 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 ആളുകളും, പല പ്രധാനമന്ത്രികളും, പലരും പലതായിട്ട്. ഒരു ചെറിയൊരു കാര്യം പറയട്ടെ. രാജീവ് ഗാന്ധി, ഇതിലേ രാഷ്ട്രീയം നോക്കരുത് കേട്ടോ, വിവരം, അതായത് നമ്മുടെ നോളജ് ആണ് നോക്കേണ്ടത് കേട്ടോ. യു ഫർഗെറ്റ് അബൌട്ട് വെദർ ഇറ്റ് ഇസ് ലെഫ്റ്റ് ഓർ റൈറ്റ് ഓർ മിഡിൽ ഓർ വാട്ട് എവർ ഇസ് ദർ. യു ആർ കൺസേൺഡ് വിത്ത് നോളജ്, യു ആർ കൺസേൺഡ് വിത്ത് റിയാലിറ്റി, യു ആർ കൺസേൺഡ് വിത്ത് വാട്ട് റിയൽ ദ ബുക്ക് സേസ്, ഹിസ്റ്ററി സേസ്. മനസ്സിലായോ? അതാണ് നമുക്ക് അറിയാനുള്ള ആഗ്രഹം, അതായത് ശരിയായ വർത്തമാനം, അല്ലാണ്ട് ആരെങ്കിലും പറഞ്ഞുള്ള വർത്തമാനമല്ല.
ഇത് നമ്മൾ എന്താണ് പറയുന്നത് വെച്ചാൽ, ഞാൻ ഒരൊറ്റ വാക്ക് ആദ്യം തന്നെ പറഞ്ഞു. ഞാൻ ഇന്നലെ തന്നെ 5000 കൊല്ലം മുമ്പേയുള്ള സിവിലൈസേഷൻ ഇന്ത്യയിൽ എത്രയോ മഹാന്മാരായ ആളുകൾ ഇന്ത്യയിൽ ജനിച്ചിട്ടുണ്ട്. അവരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. നോബൽ പ്രൈസ് വിന്നേഴ്സ് ഉണ്ട്. എത്ര ഗ്രേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ലോകം മുഴുവൻ റെക്കഗ്നൈസ് ചെയ്താണ് രാജ്യം. റെക്കഗ്നീഷൻ കുറച്ച് കാലം കൊണ്ടോ അല്ലെങ്കിൽ 15-20 കൊല്ലം കൊണ്ടല്ല, മനസ്സിലായോ? അല്ലെങ്കിൽ 100 കൊല്ലം കൊണ്ടല്ല ഇന്ത്യ ഇങ്ങനെ ആയത്. അപ്പോൾ ഓരോരുത്തരുടെ പലരുടെയും സംഭാവനകൾ ഇതിലുണ്ട്. അപ്പൊ ചെറിയ കൊച്ചു കൊച്ചു സംഭാവന നമ്മൾ മറക്കരുത്. അതാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? രാജീവ് ഗാന്ധി ഡ്യൂറിങ് ഹിസ് സിംഗിൾ ടേം, ഒറ്റ പ്രാവശ്യം പ്രധാനമന്ത്രി ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, 5 കൊല്ലം. വിൽ ബി റിമെമ്പേർഡ് ഫോർ ഫാർ റീച്ചിങ്. അതിന്റെ അർത്ഥം ഇപ്പൊ ആളുകൾ എല്ലാം തന്നെ പറയുന്നത്. പണ്ടത്തെ ഉണ്ടെങ്കിലേ അതല്ലേ ക്യാരി ഫോർവേഡ്. Rajiv Gandhi during his single term as Prime Minister will be remembered for far-reaching achievements, including laying the foundation of the telecom and IT revolutions, ushering peace and empowering youth to transform India. നിങ്ങളുടെ ഇൻഫർമേഷൻ വേണ്ടി ശ്യാം പിത്രോഡ CDAC ടെക്നോളജി, CDAC ടെക്നോളജി, IT ഇതിനൊക്കെ അയാളാണ് കൊണ്ടുവന്നത്. നോളജ് മിഷൻ ഇതൊക്കെ മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ റവല്യൂഷൻ തന്നെ നമ്മുടെ ടെലിഫോണിൽ ഇത് വേണ്ടി വന്നു. പക്ഷെ ഓഫ് കോഴ്സ് അയാൾ 5 കൊല്ലം ഉണ്ടായിരുന്നല്ലോ, അതല്ല പറയുന്നത്. പക്ഷെ ലോട്ട് ഓഫ് തിങ്സ് അബൌട്ട് ഇൻ IT അതിന്റെ ശേഷം ചെയ്തില്ല എന്നല്ല പറയുന്നത്. ഞാൻ പറഞ്ഞ ഇതിന്റെ ആരംഭ ദശയാണ് ഞാൻ പറയുന്നത് കേട്ടോ. ആരംഭ ദശ, അതിൽ എതിർക്കരുത് എന്ന് വെച്ചാൽ ഇപ്പൊ ചെയ്യുന്നില്ല അപ്പൊ ചെയ്യുന്നില്ല എന്ന് ചോദിക്കരുത്. ആരംഭദശ, ആ സമയത്ത് ആരത് ഇനീഷ്യേറ്റ് എടുക്കേണ്ടത് എല്ലാ കാര്യത്തിനും. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ നമ്മളിന്ന് കാണുന്ന നമ്മുടെ എക്കണോമിക് ഇത് മൻമോഹൻ സിംഗ് when 1990-91 the globalization, the liberalization or whatever is there, and he took under Prime Minister Narasimha Rao, he also did his role. അതെന്നറക്കാൻ പറ്റുമോ? ഓക്കെ, അങ്ങനെ പലരും we were having very eminent personality even earlier also, now also. Okay, so now here one more thing, internal administration, planning, service delivery process, okay, organization. അപ്പൊ പല വിധത്തിലുള്ള, അപ്പൊ എന്തുകൊണ്ടുള്ള ഗുണങ്ങളുണ്ട്, ചില പല ഗുണങ്ങളുണ്ട്. ഇനി ഞാൻ പറയാം എന്തൊക്കെ ഗുണം. നോക്കൂ, പണ്ട് എല്ലാം പേപ്പറും ഫയലൊക്കെ ആയിരുന്നല്ലോ പണ്ട്. ട്രഡീഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്താണ്? ഇവിടെ ആദ്യം 3 vital areas of administration: internal administration, planning and decision making, service delivery. Okay, now ഇവിടെ നിന്ന് പറയട്ടെ, role of ICT in administration. It helps administration perform its public function by simplifying the work processes. നമ്മുടെ വർക്കെല്ലാം പണ്ട് ഓർമ്മയുണ്ടോ? എല്ലാം മാനുവലായിട്ട് നമ്മൾ ചെയ്യണമായിരുന്നു. ഞാനൊക്കെ എത്രയോ അനുഭവിച്ചിട്ടുണ്ട്. ഒരു ബോർഡ് മീറ്റിങ്ങിന്റെ അജണ്ട 125 പേജ് 150 പേജൊക്കെ ടൈപ്പ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് അതിൽ തെറ്റുണ്ടെങ്കിൽ രണ്ടാമത് റീടൈപ്പ് ചെയ്യണം. ആ പേജാണ് മാറ്റണം വെച്ചാൽ അത് ടൈപ്പ് ചെയ്യണം. പിന്നെ അതേമാതിരി ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് രണ്ടാമതും അതേമാതിരി ഉണ്ടാക്കണം. അല്ലാണ്ട് മാറ്റം നിർത്തിയില്ലല്ലോ. രണ്ടാമതും ടൈപ്പ് ചെയ്തിട്ട് തന്നെ വേണം. അന്ന് കമ്പ്യൂട്ടറില്ല, അപ്പൊ സ്റ്റോറേജ് ഇല്ല, യാതൊന്നുമില്ല. ഇന്നതെല്ലാം വി ആർ ലക്കി that we are having all facilities: computerization, automation, fostering transparency, accountability. പണ്ടത് ഉണ്ടായിരുന്നില്ല. അത്ര അക്കൗണ്ടബിലിറ്റി എവിടെ ഉണ്ടായിരുന്നു? പണ്ട് ട്രാൻസ്പെറൻസി എവിടെ ഉണ്ടായിരുന്നു? എന്ത് ചെയ്താലും ആരും അറിയില്ല. ഇന്ന് അതല്ല, ഒറ്റ മിനിറ്റിൻ്റെ ഉള്ളിൽ അറിയാം സംഭവം. നിങ്ങൾ ഒരു മിനിറ്റ് ATM നിന്ന് പൈസ എടുത്ത് ചോദിക്കുക, 1 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇതിൽ വരില്ലേ? നിങ്ങളുടെ SMS വരില്ലേ? ആരെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്ത് വിചാരിക്കുക, 1 മിനിറ്റ് കൊണ്ട് വരില്ലേ അല്ലേ? എങ്ങനെയുണ്ട് ട്രാൻസ്പെറൻസി? അതേമാതിരി അക്കൗണ്ടബിലിറ്റി. നിങ്ങൾ തെറ്റ് ചെയ്താൽ പിടിക്കും, അപ്പൊ അക്കൗണ്ടബിലിറ്റി ഓട്ടോമാറ്റിക് വരില്ലേ? മനസ്സിലായില്ലേ? അപ്പൊ അതേമാതിരി ആരാണ് ഇത് ചെയ്തത്? ഉദാഹരണം, സത്യം കമ്പ്യൂട്ടേഴ്സ്. അവിടെ ആരാണ് പിടിച്ചത്? ചെയർമാൻ, മാനേജിംഗ് ഡയറക്ടർ. അക്കൗണ്ടബിലിറ്റി, who did the unfair labor, this thing, accounting ethics? Chairman, managing director, accountant, company secretary, chartered accountant, ഇന്റേണൽ ഓഡിറ്റർ എല്ലാം ജയിലിൽ പോയി. മനസ്സിലായില്ലേ? അപ്പോ തെറ്റുകൾ കണ്ട അക്കൗണ്ടബിലിറ്റി ഇപ്പൊ വളരെ ശ്രദ്ധിച്ചിട്ട് ചെയ്തിട്ടില്ല എങ്കിൽ
ചെയ്തിട്ടില്ലെങ്കിൽ 55, 58, 56 വയസ്സ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പെൻഷൻ ടൈമിലൊക്കെ ഉണ്ടല്ലോ, ചിലത് 56 വയസ്സാണ്, ചിലത് 58ആണ്, ചിലത് 60ആണ്. സെറ്റിൽമെന്റ് നടക്കില്ല. സ്റ്റേറ്റ് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ തെറ്റുകൾ ചെയ്താൽ അത് ക്ലിയർ ചെയ്തെന്നവരെ ചെയ്യുന്നു. ഇപ്പൊ ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാണ്. ഒരാളെ എൻ്റെ ഒരു റിലേഷനിൽ ഒരു സ്ത്രീ ജൂലൈ 30 റിട്ടയർ ചെയ്തിട്ടുണ്ടായിരുന്നു. റിട്ടയർ ചെയ്യാൻ കോൺട്രാക്ട് അവസാനിക്കുകയാണ്. അതായത് കോൺട്രാക്ട് അവസാനിച്ചിട്ട് എത്രയോ വർഷം, 10 വർഷം 15 വർഷം എന്തോ ഉണ്ടായിരുന്നു. അത് കോൺട്രാക്ട് അവസാനിക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ആഗസ്റ്റ് 31 ജൂലൈ 31 അവസാനിക്കണം. അപ്പൊ ഇന്നാളെ ഞാൻ ചോദിച്ചപ്പോ റിട്ടയർ ആയിയോ, എന്താണ് ഇപ്പൊ അവിടുത്തെ കോൺട്രാക്ട് അവസാനിച്ച് ഇപ്പൊ എന്താ ചെയ്യണമെന്ന് ചോദിച്ചപ്പോ, എൻക്വയറി ഈസ് ഗോയിങ് ഓൺ, ആഫ്റ്റർവേർഡ്സ് ഓൺലി ഐ വിൽ ബി റിലീവ്ഡ്. സി എന്താ എൻക്വയറി അറിയോ? ഒന്നുമില്ല, നമ്മുടെ സ്റ്റോക്ക് ഉണ്ടല്ലോ അത് ടാലി ചെയ്യണ്ടേ. ചിലപ്പോൾ സമയത്ത് നമ്മുടെ ഈ ഓരോ മെറ്റീരിയൽസ് ഇച്ചിരി പിന്ന് മുതൽ എയറോപ്ലെയിൻ വരെ വാങ്ങണം. ചിലയിടത്ത് പോയി ബാബ ടെമ്പിൾ സെന്ററിലൊക്കെ പിന്ന് ഒട്ടുസൂചി മുതൽ പ്ലെയിൻ്റെ ഇത് വരെയുള്ളത് വാങ്ങണം പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഒരു ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായിട്ടുണ്ടെങ്കിൽ, പക്ഷെ അത് ക്ലിയർ ചെയ്യുന്നവരെ അയാളെ റിലീവ് ഇല്ല. അപ്പോ നമ്മളെ ഇത്തരത്തിലാവുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം നമ്മൾ ചെയ്യും. പിന്നെ വേറെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, എന്ത് അക്കൗണ്ടബിലിറ്റി. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതായത് ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് വേറെ ഒരു കുഴപ്പമുണ്ട്. മീൻസ് കുഴപ്പമില്ല കേട്ടോ, ഞാൻ അതിന്റെ അർത്ഥം നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യല്ല. നിങ്ങൾ അവിടെ നിന്ന് റിട്ടയർമെന്റ് ചെയ്ത് പോകുമ്പോഴോ ട്രാൻസ്ഫർ ആയി പോകുമ്പോഴോ എന്താ റിട്ടയർമെന്റ് ആയിട്ട് പോകുമ്പോഴോ നിങ്ങളുടെ സെറ്റിൽമെന്റ് ഉണ്ടല്ലോ, ഓരോരോ ഡിപ്പാർട്ട്മെന്റ് ക്ലിയറൻസ് വേണം. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് അവിടെ നിന്ന് എന്തെങ്കിലും ഡ്യൂ ഉണ്ടോ, HR ഡിപ്പാർട്ട്മെന്റ് വല്ല ഡ്യൂ ഉണ്ടോ, അങ്ങനെയുണ്ടോ ഇങ്ങനെയുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഫോറുണ്ട്, അതിലെല്ലാം വരും. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം പോകേണ്ടത് അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റിൽ പോകണതിന്റെ മുമ്പ് അത് സുമാർ ഒരു 10-15 ഡിപ്പാർട്ട്മെന്റിന്റെ ആവും. ഇതാണ് അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റിൽ അവസാനം പോവുക. അപ്പൊ ഈ അക്കൗണ്ടിൽ പോണതിന് മുമ്പേ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് പോകും. വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് നോക്കും. എന്താ നോക്കറിയാമോ? എല്ലാ കൊല്ലവും നിങ്ങൾ 1 ജനുവരിയില് നിങ്ങളുടെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഡിക്ലെയർ ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? അന്നത്തെ നിങ്ങളുടെ സ്വത്ത് എന്തായിരുന്നു, ഇന്ന് എന്താ നിങ്ങളുടെ സ്വത്ത്, അവര് നോക്കും. മനസ്സിലായില്ലേ? എല്ലാ വിജിലൻസ് ക്ലിയറൻസ് ഇല്ലാതെ സെറ്റിൽമെന്റ് നടക്കില്ല. ഇതിന്റെ അർത്ഥം എന്താ? തെറ്റുകൾ ചെയ്താൽ അവിടെ വിജിലൻസിൽ വരുമല്ലോ. അപ്പൊ അവിടെ കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ പറയും, കേസില്ലെങ്കിൽ പറയും നത്തിങ് ഈസ് നോ കേസ്, നത്തിങ് ഈസ് നത്തിങ്, എഴുതും. ഒന്നുമില്ലെങ്കിൽ എഴുതും, സിഗ്നേച്ചർ ചെയ്യും. അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ എഴുതിയ പെട്ടു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ എഴുതും. അത് ക്ലിയർ ചെയ്തവരെ അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റിൽ കിടക്കും, ഒരു പൈസ കിട്ടില്ല. അത് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ കിട്ടൂ. പോരെ? അപ്പൊ അക്കൗണ്ടബിലിറ്റി അല്ലേ? ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കാരണം ഞാൻ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്, അക്കൗണ്ടബിലിറ്റി കേട്ടോ. പിന്നെ അടുത്ത ഇന്റർണൽ ഇത് പ്രൊമോട്ട് ചെയ്തില്ലൊന്നും പറയാനില്ല കൂടുതല്. പിന്നെ വേറൊരു കാര്യം, പ്ലാനിങ്, ഇൻഫർമേഷൻ സിസ്റ്റം, ജിയോഗ്രാഫിക്, നമ്മുടെ ഭൂമിശാസ്ത്രം, അതേമാതിരി മാപ്പ്, ഇതൊക്കെ ഉണ്ടല്ലോ, അതാണത്. കണക്ടിവിറ്റി, വീഡിയോ, അതെ ടെലികോൺഫറൻസ് അറിയാലോ നിങ്ങൾക്ക്. വീഡിയോ ടെലികോൺഫറൻസ് എങ്ങനെയാണ് ചീഫ് മിനിസ്റ്റർ അല്ലെങ്കിൽ പ്രധാനമന്ത്രി ടെലികോൺഫറൻസ് മാത്രം ആളുകളെ കോണ്ടാക്ട്, പെട്ടെന്ന് കമ്മ്യൂണിക്കേഷൻ, പെട്ടെന്ന് സംസാരിക്കുന്നു. അല്ലെങ്കിൽ അത് ചെയ്യൂ, അങ്ങനെ ഫ്ലഡ് മറ്റേതൊക്കെ ഉണ്ട്. അപ്പൊ ചീഫ് മിനിസ്റ്റർ പറഞ്ഞു, സർ ഇങ്ങനെയാണ്, നമുക്ക് ഹെലികോപ്റ്റർ വേണം, മറ്റേത് വേണം. ഇപ്പൊ നമ്മുടെ ഉത്തരാഖണ്ഡിലൊക്കെ നടക്കത്തില്ലേ, പെട്ടെന്ന് ആ സഹായം വേണം, പട്ടാളം വേണം, അങ്ങനെയൊക്കെയാണ് പല കാര്യങ്ങളും. പിന്നെ ഇനി പണ്ടത്തെ അഡ്മിനിസ്ട്രേഷനെ പറ്റിയിട്ടൊന്ന് പറയട്ടെ, നോക്കിക്കോളൂ. ട്രഡീഷണൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, ഇലക്ട്രോണിക് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാത്രം ഞാൻ പറയാം കേട്ടോ. ബാക്കിയൊക്കെ നിങ്ങൾ വായിക്കൂ ദയവ് ചെയ്തിട്ട്. ഓക്കെ, പണ്ട് എന്താണ്ടായിരുന്നത്? എല്ലാം കടലാസിൽ എല്ലാ ഫയലും സൂക്ഷിക്കണം. മനസ്സിലായോ? ഇപ്പൊ കംപ്ലീറ്റ് അങ്ങനെ ഇല്ല കേട്ടോ. പണ്ട് പേപ്പറിലായിരുന്നു, ഇന്ന് കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. കമ്പ്യൂട്ടർ കിടക്കാൻ നിങ്ങളുടെ മുഴുവൻ ജാതകം കംപ്ലീറ്റ് എല്ലാം. അപ്പൊ നിങ്ങൾ അക്കൗണ്ട്സിൽ ബാങ്കിൽ പൈസ പോകും.
ബാങ്കിൽ നിങ്ങളുടെ സേവിങ് ബാങ്ക് അക്കൗണ്ട് അടിച്ചാൽ എല്ലാ ഡീറ്റെയിൽ വരുമല്ലേ. ഇൻകം ടാക്സിന്റെ നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ അടിച്ചാൽ നിങ്ങളുടെ മുഴുവൻ ജീവചരിത്രം മുഴുവൻ വരുമല്ലേ. കംപ്ലീറ്റ് നിങ്ങളുടെ അഡ്രസ്സ്, ജീവചരിത്രം അങ്ങനെയല്ലേ ഞാൻ പറയുന്നത്. കംപ്ലീറ്റ് ഡീറ്റെയിൽ, നിങ്ങളുടെ അഡ്രസ്സ്, ഫാദേഴ്സ് നെയിം, ആധാർ കാർഡ് നമ്പർ, പാൻ കാർഡ് നമ്പർ എല്ലാം വരും അതില്. മനസ്സിലായോ? ആധാർ കാർഡാണ് ഇൻകം ടാക്സിൻ്റെ. ആധാർ കാർഡിൽ സോറി പാൻ കാർഡ് അടിച്ചാൽ മുഴുവൻ നിങ്ങളുടെ ഡീറ്റെയിൽ അതിൽ കാണാം. ഒരു കൊല്ലത്തെ മുഴുവൻ അതിന്റെ ഏണിങ്ങും ഒക്കെ എത്ര നിങ്ങൾ റെമിറ്റ് ചെയ്തിട്ടുണ്ട്, എത്ര ഡ്യൂ ഉണ്ട് ഇൻകം ടാക്സിലേക്ക്, പെനാൽറ്റി സഹിതം കൊടുക്കേണ്ടി വരും. മനസ്സിലായോ? അപ്പൊ കണ്ടോ എത്രയാണെന്ന്. അപ്പൊ നമ്മുടെ ഇലക്ട്രോണിക്സിന്റെ എന്തെല്ലാം ഗുണങ്ങളും ഇതൊക്കെ ഉണ്ട്. ദോഷങ്ങൾ അത്രയില്ല. ദോഷങ്ങൾ നമ്മളെ നന്നായി ചെയ്ത പിന്നെ ദോഷങ്ങൾ ഉണ്ടാവില്ലല്ലോ. ഓക്കെ, അക്കൗണ്ടബിലിറ്റി. പിന്നെ അപ്പൊ കമ്പ്യൂട്ടറാണ്. രണ്ടാമത് ഹൈറാർക്കിക്കൽ ഓർഡർ. പത്രത്തിൽ നമ്മൾ കടലാസിൽ എഴുതുമ്പോഴേ നോക്കൂ, ഒരാളെന്ന് വേറൊരാൾക്ക് നോക്കൂ. ബ്രാഞ്ച് മാനേജർ, റീജിയണൽ മാനേജർ, സോണൽ മാനേജർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ. കണ്ടോ പോണ പോക്ക് അങ്ങനെ. അപ്പൊ ഹൈറാർക്കി. പക്ഷെ ഇവിടെ നെറ്റ്വർക്കാണ്. ചുമ്മാ ഇവിടെ ഇരുന്നിട്ടുണ്ട്, ഒറ്റ ചെയറിൽ ഇരുന്നിട്ട് മുഴുവൻ സാങ്ഷനിങ് ഒക്കെ പ്രോപ്പർ നിയമപരമായിട്ട് എല്ലാം ചെയ്യാം. മനസ്സിലായില്ലേ? ഒറ്റ മിനിറ്റ് ഉണ്ട്. മനസ്സിലായി? ഹൈറാർക്കി കംപ്ലീറ്റ്. അപ്പോൾ ലോൺ അപ്ലൈ ചെയ്യുന്ന സമയത്തോ വേറെ എന്തെങ്കിലും ആണെന്ന് വെച്ചാൽ ഇവിടെ തന്നെ ഇരുന്നിട്ട്, ഇപ്പൊ ബൊറോഡയിലോ വേറെ ഇവിടെ ICICI ബാങ്ക് അവിടെ വെച്ചാൽ ഇവിടെ നിന്ന് ഈ മനുഷ്യൻ എല്ലാം സാങ്ഷൻ എടുത്തു തരും. മനസ്സിലായോ? പിന്നെ എക്സ്പെൻഡിച്ചർ, ഇൻഡിവിജ്വലിസ്റ്റിക്ക്, ബാച്ച് പ്രോസസ്സിങ്, ഇത് കൂടുതൽ ഇതില്ല. പിന്നെ വേറൊന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറയട്ടെ. ഡിലേഡ്, പണ്ട് വളരെ ഡിലേ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇൻസ്റ്റന്റ് ആണ്, പ്രോംപ്റ്റ് ആണ്. ഡിലേഡ് റെസ്പോൺസ്, പ്രോംപ്റ്റ് റെസ്പോൺസ്. നിങ്ങൾക്ക് പണ്ടേ ഒരു നമ്മൾക്ക് ഒരു ഇൻകം സർട്ടിഫിക്കറ്റ് മേടിച്ചാൽ എത്ര ദിവസം പിന്നാലെ. ഇത് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് കാണും, ഇന്ന ദിവസം നിങ്ങൾക്ക് വരും, ഓട്ടോമാറ്റിക് നിങ്ങളുടെ ഇതിൽ വരും. മനസ്സിലായോ? പിന്നെ അടുത്ത് പിന്നെ ഫിയർ ഓഫ് അൺനോൺ. പിന്നെ പല കാര്യങ്ങളും നമ്മൾ ഈ ഫയല് പണ്ടൊക്കെ നമുക്ക് എന്താ സംഭവിക്കാന്ന് അറിയില്ല. അപ്പൊ അതുകൊണ്ട് നമുക്കൊന്നും അറിയില്ല. ഇപ്പൊ അങ്ങനെയല്ല, IT സേവയാണ് എല്ലാം. നമ്മുടെ കംപ്ലീറ്റ് നമ്മളെ കമ്പ്യൂട്ടറിൽ കിട്ടും. ഇതെവിടെ നമുക്ക് പ്രോബ്ലം ഉണ്ട്. നിങ്ങൾ അവിടെ മന്ത്ലി റെമിറ്റ് ചെയ്യണം, നിങ്ങൾ ഒന്ന് അടിച്ചു നോക്കൂ, അവിടെ കിട്ടിയ അവിടെ നിങ്ങളുടെ അക്കൗണ്ടിൽ അവിടെ കാണും, നിങ്ങളുടെ PF അക്കൗണ്ട്. മനസ്സിലായോ? അപ്പോ IT സേവ്. പക്ഷെ കമ്പ്യൂട്ടറിന്റെ ലേശം ലിറ്ററസി നോളജ് ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് അതിൽ തന്നെ കാണാമല്ലോ, മൊബൈലെല്ലാം കാണാമല്ലോ. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ്. അത് ജസ്റ്റ് വായിക്കിയതൊക്കെ. പിന്നെ നമ്മുടെ പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്, ഇൻഫർമേഷൻ സിസ്റ്റം എവിടെ ഉണ്ട് അതിൽ. ഓക്കെ, ഇൻഫർമേഷൻ സിസ്റ്റം, ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ, GIS. പിന്നെ കണക്ടിവിറ്റി ആൾറെഡി പറഞ്ഞതാണ്. കണക്ടിവിറ്റി എല്ലായിടത്തും മറ്റേതൊക്കെ. ഓക്കെ, വീഡിയോ ടെലികോൺഫറൻസിങ്. നമ്മുടെ ചന്ദ്രബാബു നായിഡു, ചീഫ് മിനിസ്റ്റർ ഓഫ് ആന്ധ്രാപ്രദേശ്, യുണൈറ്റഡ് ആന്ധ്രാപ്രദേശ് അറ്റ് ദ ടൈം, ഹി ഓൺലി എല്ലാ ചീഫ് മിനിസ്റ്റർ ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് ആയിട്ട് അയാളാണ് ആദ്യം നമ്മുടെ ചീഫ് മിനിസ്റ്റേഴ്സ് ആയിരുന്ന ഇതേമാതിരിയൊക്കെ അവിടെ ചെയ്തത്. പിന്നെ ഇപ്പൊ എല്ലാവരും ചെയ്യുന്നുണ്ട്. കണ്ടോ? അപ്പൊ ഞങ്ങളൊക്കെ എത്രയോ നമ്മുടെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഇതേമാതിരിയുള്ള വീഡിയോ കോൺഫറൻസ് ഒക്കെ. ഓക്കെ, സർവീസ് ഡെലിവറി. പിന്നെ അത് പിന്നെ ഓരോരോ സ്റ്റേറ്റിലും ഓരോരോ വിധത്തിലുള്ള പല സർവീസ് ഉണ്ട്. നോക്കൂ, ഫ്രണ്ട്സ് പറഞ്ഞിട്ടൊരു ഇതുണ്ട് കേരളത്തില്. എന്താ ഫ്രണ്ട്? F ഫാസ്റ്റ്, R റിലയബിൾ, I ഇൻസ്റ്റന്റ്, E എഫിഷ്യൻസി, N നെറ്റ്വർക്ക്, D ഡിസ്ബേഴ്സ്മെന്റ്, S സർവീസസ്. ഇതിന്റെ ബുക്കിലുണ്ട് കേട്ടോ. അപ്പൊ അത് ഇതായി. അപ്പൊ നമ്മുടെ ഇവിടെ പറയുന്ന NIC ഓപ്പൺനെസ്, കൺക്ലൂഷൻ ഹിയർ. ഇവിടെ എന്താ പറഞ്ഞ? സിറ്റിസൺ സെന്റേർഡ് ഇൻ സർവീസ് ഡെലിവറി. രണ്ടാമത് റീസ്ട്രക്ചറിങ് ഓഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്, ബെറ്റർ വർക്കിംഗ് മെത്തഡോളജീസ് ആൻഡ് എഞ്ചിനീയർഡ് വർക്ക് പ്രോസസ്. നമ്മുടെ വർക്ക് റീസ്ട്രക്ചറിങ്. നമ്മുടെ കമ്പ്യൂട്ടറൈസേഷനിൽ എന്താ വരുന്ന? ബെറ്റർ ഡിസിഷൻ മേക്കിംഗ്. പെട്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നു ലോസ് എവിടെ, പ്രോഫിറ്റ് എവിടെ, എന്താണെന്ന്, എത്ര ആളുകൾ പോയി, എത്ര ആളുകൾ വന്നു. അതേമാതിരി എഫിഷ്യൻസി, പ്രൊഡക്ടിവിറ്റി, എത്ര പ്രൊഡ്യൂസ് ചെയ്തു, എത്ര പോയി, എത്ര സെല്ല്. പിന്നെ അതേമാതിരി കൺസിസ്റ്റൻസി, പിന്നെ കൊളാബറേറ്റീവ് കോപ്പറേഷൻ, അതേമാതിരിയുള്ളത് ഇങ്ങനെയൊക്കെ വരുന്നു. കൺക്ലൂഷൻ, ICT conclusion is in administration has led to the positive development with ICT.
enabled administration, okay. There are citizen, അതാണ് അപ്പം നമ്മൾ പറഞ്ഞത്. റീസ്ട്രക്ചറിങ്, ബെറ്റർ വർക്കിംഗ് മെത്തഡോളജി, ഇതെല്ലാം ഞാൻ പറഞ്ഞത്. ഓപ്പൺനെസ്, അക്കൗണ്ടബിൾ, റെസ്പോൺസിബിൾ, ഇതൊക്കെയാണ് പറഞ്ഞത്. ഓക്കെ, ഓൾ ദിസ് തിങ് പാർട്ടിസിപ്പേറ്റ്, എല്ലാവരും കൊളാബറേറ്റീവ് വേ വേണം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, ബൈ.